Good morning, dear students. So today we are going to analyze the poem Goblin Market written by Christina Rossetti. And her full name is Christina Georgina Rossetti, who is also a sister of the Dante Gabriel Rossetti, the artist and the poet, who belongs to the Pre-Raphaelite Brotherhood. അത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. ആൻഡ് ക്രിസ്റ്റീന റോസറ്റിയുടെ അവരെ നിങ്ങൾക്കറിയാം. ക്രിസ്റ്റീന റോസറ്റി എന്ന് പറഞ്ഞാൽ ഷീസ് എ റൈറ്റർ ഓഫ് ചിൽഡ്രൻസ് പോംസ് ആണ്, ഡിവോഷണൽ പോംസ് എഴുതിയിട്ടുണ്ട്, റൊമാൻറ്റിക് പോംസ് എഴുതിയിട്ടുണ്ട്. ആൻഡ് ഗോബ്ലിൻ മാർക്കറ്റ് ഇസ് വൺ ഓഫ് എ ഫേമസ് പോംസ്. ആൻഡ് എന്താണ് ക്രിസ്മസ് കാരൽസ് ഒക്കെ നമ്മുടെ ക്രിസ്റ്റീന റോസറ്റി എഴുതിയിട്ടുണ്ട്. ആൻഡ് വൺ ഓഫ് ദി 2 ക്രിസ്മസ് കാരൽസ് ആണ് എഴുതിയിട്ടുള്ളത്. അതിലൊരെണ്ണം ഇൻ ദ ബ്ലീക്ക് മിഡ് വിന്റർ, അതെന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്രിസ്മസ് കാരൽ ആണ്, റിട്ടൺ ബൈ ക്രിസ്റ്റീന ജോർജിന റോസറ്റി. ആൻഡ് അനദർ വൺ ഇസ് ലവ് കെയിം ഡൗൺ അറ്റ് ക്രിസ്മസ്. ഓക്കെ, സോ ഇത് രണ്ടുമാണ് അവരുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ക്രിസ്മസ് കാരൽസ് എന്ന് പറയുന്നത്. സോ ദിസ് മൈറ്റ് ബി ഹെൽപ്ഫുൾ ഫോർ യുവർ നെറ്റ് എക്സാം. ഓക്കെ, അതുകൊണ്ട് മിസ് മെൻഷൻ ചെയ്തതേ ഉള്ളൂ. ആൻഡ് നൗ കമ്മിങ് ടു ദ പോം. So Goblin Market, it is actually a very lengthy poem, about 29 stanzas and okay. So it was composed in the year 1859 and it was published in the year 1862. Okay. And this is a narrative poem ആണ്. ഏതാണ് Goblin Market എന്ന് പറഞ്ഞൊരു narrative poem ആണ്. What do you mean by narrative poem? Narrative poem means it is a form of poetry that tells a story. അപ്പം നറേറ്റേഴ്സും, അതായത് നറേറ്ററും ക്യാരക്ടേഴ്സും ഒക്കെ ഉള്ള ഒരു സ്റ്റോറി പറയുന്ന ഒരു പോയട്രിയാണ് നമ്മൾ, അല്ലെങ്കിൽ പോമിനെയാണ് നമ്മൾ നറേറ്റീവ് പോയട്രി അല്ലെങ്കിൽ നറേറ്റീവ് പോം എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ദിസ് നറേറ്റീവ് പോംസ്? നറേറ്റീവ് പോംസ് ഡു നോട്ട് നീഡ് ടു റൈം സ്കീം ഒന്നും കാണില്ല. ഓക്കെ, അതൊരു കുഞ്ഞൊരു സ്റ്റോറിയെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്താണ് ഈ ഒരു നറേറ്റീവ് പോം നമ്മുടെ റൈറ്റർ ഡെവലപ്പ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് എ നറേറ്റീവ് പോം ആണ്. ആൻഡ് സോ ദ പോം ഇസ് അബൌട്ട് ദി സ്റ്റോറി ഓഫ് 2 സിസ്റ്റേഴ്സ്, ലോറ ആൻഡ് ലിസി. So who are tempted with fruits by goblin merchants. Goblin merchants എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ക്രീച്ചർ ആണ് കേട്ടോ. നിങ്ങൾ ഹാരി പോട്ടർ സീരീസിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു പോയിന്റഡ് ആയിട്ടുള്ള ഇയേഴ്സും പോയിന്റഡ് നോസും ഒക്കെ ഉള്ള ഡ്വാഫ് ലൈഫ് ക്രീച്ചേഴ്സിനെയാണ് നമ്മൾ ഗോബ്ലിൻസ് എന്ന് പറയുന്നത്. സോ ഈ 2 സിസ്റ്റേഴ്സ് ലോറ ആൻഡ് ലിസി ഹു were tempted by this goblins by selling fruits. ഓക്കെ, സോ ഇത് റോസറ്റി ഇത് ഫസ്റ്റ് പറഞ്ഞിരുന്ന ക്ലെയിംഡ് ദാറ്റ് ഈ ഒരു പോം എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഡെഡിക്കേറ്റഡ് ടു ചിൽഡ്രൻ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ലേറ്റർ ലൈക്ക് ഇതിനകത്ത് ഒരുപാട് സെക്ഷുവലി എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള കുറെ എക്സ്പ്രഷൻസും കാര്യങ്ങളും ഒക്കെ വരുന്നത് കൊണ്ട് പിന്നീട് അവരത് മാറ്റി പറഞ്ഞു, എന്താണ് ഒരു അഡൾട്ട് പോമാണെന്ന് പിന്നീട് അവർ മാറ്റി പറഞ്ഞു. ഓക്കെ, സോ ഈ ഒരു പോം എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഫസ്റ്റ് അപ്പിയർഡ് ഇൻ ദി വോളിയം ഓഫ് പോയട്രി നെയിംഡ് ഗോബ്ലിൻ മാർക്കറ്റ് ആൻഡ് അതർ poems and it was illustrated by her brother the Dante Gabriel Rossetti. അതായത് ഈ ഒരു പോയട്രിയിലുള്ള ഇല്ലസ്ട്രേഷൻസ് ഒക്കെ ചെയ്തത് ആരായിരുന്നു? The Pre-Raphaelite Brotherhood ആർട്ടിസ്റ്റ് ആയിട്ടുള്ള DG Rossetti, her brother. Okay, so this is the theme എന്ന് പറയുന്നത്. This is a background of the poem. And ഗോബ്ലിൻ മാർക്കറ്റിനകത്ത് എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെംപ്ടേഷനെ കുറിച്ച്, സാക്രിഫൈസിനെ കുറിച്ച്, സാൽവേഷനെ കുറിച്ച്, അല്ലെങ്കിൽ ഫീമെയിൽ സിസ്റ്റർഹുഡിനെ കുറിച്ചൊക്കെയാണ് നമ്മുടെ ക്രിസ്റ്റീന റോസറ്റി ഈ ഒരു പോമിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. ടെംപ്ടേഷൻ, പിന്നെ ഒരുപാട് ബിബ്ലിക്കൽ തീംസ് ഒക്കെ ആയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കമ്പാരിസൺസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫീമെയിൽ സിസ്റ്റർഹുഡ്, പിന്നെ വിക്ടോറിയൻ പീരീഡിനുണ്ടായിരുന്നുള്ള ഫീമെയിൽ റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ റീസ്ട്രെയിൻസ് ഓൺ വുമൺഹുഡ്, അതെല്ലാം ഇതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട് ക്രിസ്റ്റീന റോസറ്റി. ഓക്കെ, സോ ദാറ്റ് ഇസ് ദി ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി. പിന്നെ ഈ ഒരു ഗോബ്ലിൻ മാർക്കറ്റിനകത്ത് നമ്മുടെ ക്രിസ്റ്റീന റോസറ്റി ഷീ യൂസ് ടു വോളണ്ടിയർ ഫോർ റീഹാബിലിറ്റേറ്റിംഗ് ദ പ്രോസ്റ്റിറ്റ്യൂട്ട്സ്, അല്ലെങ്കിൽ എന്താ പറയുക ഫോളൻ വിമൻ. വിക്ടോറിയൻ പീരീഡ് അല്ലെങ്കിൽ ആ ഒരു സമയത്തുണ്ടായിരുന്ന പ്രോസ്റ്റിറ്റ്യൂട്ട്സ് എന്നല്ല വിക്ടോറിയൻ പീരീഡിൽ പറഞ്ഞുകൊണ്ടിരുന്നത്, ഫോളൻ വിമൻ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സോ അങ്ങനെയുള്ള സ്ത്രീകളെ റീഹാബിലിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ആര് വർക്ക് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ക്രിസ്റ്റീന റോസറ്റി വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ആൻഡ് ഐ ഫൗണ്ട് സംതിങ് ഇൻട്രസ്റ്റിംഗ് ഇൻ നെറ്റ്, ലൈക്ക് ഓൺ നെറ്റ്, ലൈക്ക് ആ ഒരു എന്താ പറയുക, ഈ ഫോളൻ വിമൻ എന്നുള്ള, അതായത് പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്ന ആ ഒരു പ്ലേസിന് അഡ്വർടൈസ്മെന്റ് ഒക്കെ നിങ്ങൾക്കൊരു ന്യൂസ് പേപ്പറിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ നിങ്ങൾ നെറ്റിനകത്ത് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. അപ്പൊ ഇതൊരു ഫോളൻ വിമൻ, അതായത് ഒരു സെക്ഷുവലി ഈ ഒരു ഗോബ്ലിൻ വന്ന് മെയിൻ ജസ്റ്റ് ഒരു ത്രെഡ് മിസ് ആദ്യമേ പറഞ്ഞുതരാം. എന്ന് വെച്ചാൽ ഒരു ഗോബ്ലിൻ പോലുള്ള ഈ ക്രീച്ചേഴ്സ് വന്നിട്ട് നമ്മുടെ
ലോറ ആൻഡ് ലിസിയിലുള്ള രണ്ട് സിസ്റ്റേഴ്സിനെ സെഡ്യൂസ് ചെയ്യാൻ നോക്കുന്നു വിത്ത് ദെയർ ഫ്രൂട്ട്സ്. ഓക്കെ, ഫ്രൂട്ട്സ് സെല് ചെയ്യാനെന്നുള്ള ഒരു വ്യാജേന ഇവർ വന്നിട്ട് നമ്മുടെ ലിസിയെ സെഡ്യൂസ് ചെയ്യുന്നു. ലിസി എന്ത് ചെയ്യുന്നു? ഫ്രൂട്ട് കഴിക്കുന്നു. അവസാനം ലിസിയെ നമ്മൾ ഇതിനകത്ത് ക്രിസ്റ്റീന റോസറ്റി ഒരു ഫോളൻ വിമൺ ആയിട്ടാണ് കാണിക്കുന്നത്. അതായത് സ്ട്രേഞ്ചേഴ്സിന്റെ അടുത്ത് പോയി ഫോളൻ ഫ്രൂട്ട്, ഈ ഫോർബിഡൻ ഫ്രൂട്ട്, ഏകദേശം ഈവിന്റെ ഒരു സ്റ്റോറി ആയിട്ടുള്ള ഒരു കണക്ഷൻ ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഫോർബിഡൻ ഫ്രൂട്ട് കഴിച്ചു. അങ്ങനെ അവസാനം ഇവൾ എന്താണ് ഏകദേശം ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു സ്റ്റേറ്റസിലോട്ടായി. പിന്നീട് ഫോർബിഡൻ ഫ്രൂട്ട് കിട്ടാത്തതുകൊണ്ട്, അതായത് ഈ ഗോബ്ലിൻസ് സെഡ്യൂസ് ചെയ്ത് ഇവളെ കൊണ്ട് ഫ്രൂട്ട് വാങ്ങിപ്പിച്ചു. ഫ്രൂട്ട് കഴിച്ചു ലിസി. ലോറ പറയുന്നത് കേൾക്കാതെ ഫ്രൂട്ട് കഴിച്ചു ലിസി. ആൻഡ് ഷീ ബിക്കം സോ വിയറി ആൻഡ് ടയർഡ്. ഒരു ഫോളൻ വുമൺ ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് പിന്നെ ഒരു ഇമേജ് കാണിക്കുന്നത്. പിന്നീട് ക്രിസ്റ്റീന റോസറ്റി പറയുന്നത് എന്താണ്, അങ്ങനെ ഒരു ഇമേജ് കൊണ്ടുവന്നിട്ടും പിന്നീട് ലാസ്റ്റ് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോളൻ വുമൺ അല്ലെങ്കിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർക്കും ഒരു ലൈഫ് ഉണ്ട്. ഓക്കെ, അതിന്റെ അങ്ങനെ ഒരു ഹിഡൻ മീനിങ്, ഒരു അലിഗോറിക്കൽ പോയം എന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. 2 സ്റ്റോറീസ് ലിറ്ററൽ മീനിങ്ങും ഉണ്ട്, മെറ്റാഫോറിക്കൽ മീനിങ്ങും ഉണ്ട് കേട്ടോ. ഒരു ഹിഡൻ മീനിങ് ഇതിനകത്ത് വരുന്നുണ്ട്. സോ അങ്ങനെ ഫോളൻ വിമൺ എന്ന് പറഞ്ഞാൽ അവർക്ക് ലൈഫ് ഇല്ല, അല്ലെങ്കിൽ അവർക്ക് മാരേജും ഓപ്ഷൻ ഇല്ല. പ്രോസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മളെ സൊസൈറ്റിയിലാണെങ്കിലും എന്താണ്, അവർക്ക് ഒരിക്കലും മാരേജ് പാടില്ല, അല്ലെങ്കിൽ അവർക്ക് ഒരിക്കലും ഒരു പ്രോപ്പർ ഫാമിലി ലൈഫ് ഇല്ല എന്നൊക്കെയുള്ളൊരു കോൺസെപ്റ്റ് ആണ്. പക്ഷെ വിക്ടോറിയൻ പീരീഡിലും അതേ കോൺസെപ്റ്റ് തന്നെയാണ് വരുന്നത്. അതായത് ദോസ് ഹു ഹാഡ് സെക്സ് ഔട്ട് ഓഫ് വെഡ്ലോക്ക്, അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ട് അവർ കൺസിഡർ ചെയ്തിരുന്നത്. സോ അങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഒരു ലൈഫ് ഇല്ല, അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റ് അല്ല നമ്മുടെ ക്രിസ്റ്റീന റോസറ്റി കാണിക്കുന്നത്. എഗെയിൻ അവർക്കും ഒരു ലൈഫ് വരാം, ഫാമിലി ലൈഫ് വരാം, മാരേജ് വരാം, മദർഹുഡ് ഉണ്ടാവാം, അവർക്കും ഒക്കെ ഒരു ചാൻസ് കൊടുക്കണം എന്നുള്ള രീതിയിലാണ് ഒരു പോവം എൻഡ് ചെയ്യുന്നത്. ഓക്കെ, അത് നമുക്ക് ലിറ്ററൽ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ജസ്റ്റ് 2 സിസ്റ്റേഴ്സിന്റെ സ്റ്റോറി മാത്രമേ ഉള്ളൂ. ഫീമെയിൽ സിസ്റ്റർഹുഡിന്റെ ഒരു ആവശ്യകതയെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. ദർ ഇസ് സിസ്റ്റർ എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ ഫ്രണ്ട് എന്നാണൊക്കെ പറയുന്നത്. അങ്ങനെയൊക്കെ അസേർട്ട് ചെയ്തിട്ടാണ് പറയുന്നതെങ്കിലും ലാസ്റ്റ് ഒരു ഹിഡൻ മീനിങ് എന്ന് പറയുന്നത് ഇതാണ്. സോ ക്രിസ്റ്റീന റോസറ്റി യൂസ് ടു വർക്ക് ഫോർ ദിസ് പ്രോസ്റ്റിറ്റ്യൂട്ട്സ്, റീഹാബിലിറ്റേഷൻ പ്രോസസ്സിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സോ അതിന് അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ക്രിസ്റ്റീന റോസറ്റി വർക്ക് ചെയ്തു. സോ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് അവർ ഈ ഒരു പോം എഴുതാനുള്ള അവർക്ക് ഒരു ഇൻസ്പിറേഷൻ കിട്ടിയത്. ഓക്കെ, ബിക്കോസ് പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ 19th സെഞ്ചുറിയിൽ ഒരു മേജർ പബ്ലിക് കൺസേൺ ആയിട്ട്, ഒരു സോഷ്യൽ ഈവിൾ ആയിട്ടായിരുന്നു കൺസിഡർ ചെയ്തിരുന്നത്. സോ ക്രിസ്റ്റീന റോസറ്റി ഒരു എന്താ പറയാ ഫോളൻ വിമണിന് വേണ്ടിയുള്ള ഒരു റെഫ്യൂജി പ്രോജക്റ്റിൽ മെമ്പർ ആവുകയും വോളണ്ടിയർ ചെയ്യുകയും ആൻഡ് അവർക്ക് വേണ്ടി ഷെൽട്ടർ കൊടുക്കുന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവർ നല്ല കുറെ കാലം വർക്ക് ചെയ്തിട്ടുമുണ്ട്. സോ അവർക്ക് ക്രിസ്റ്റീന റോസറ്റി അതുകൊണ്ട് അവരെന്ത് ചെയ്തു, ഈ ഒരു സ്ത്രീകൾക്ക് വേണ്ടി അങ്ങനെ ഒരു ടീം വെച്ചിട്ട്, അതായത് അവർക്ക് മദർഹുഡും മാരേജും ഒക്കെ വർക്കാവും, അവർക്കും ഒരു ചാൻസ് കൊടുക്കണം എന്നുള്ള രീതിയിലാണ് ഈ ഒരു പോം എഴുതിയിരിക്കുന്നത്. സോ അതായിരുന്നു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. സോ വെൻ ഷി യൂസ് ടു വർക്ക് ഇൻ ദിസ് സെയിന്റ് മേരി മഗ്ദലീൻ ഹൗസ്, അതിനെയാണ് ഈ ഒരു ഫോളൻ വുമണിന് വേണ്ടിയുള്ള ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ പറഞ്ഞ പേരായിരുന്നു സെയിന്റ് മേരി മഗ്ദലീൻ ഹൗസ്. സോ ഷി യൂസ് ടു വർക്ക് ദെയർ ആൻഡ് ഷി വാസ് നോൺ ആസ് സിസ്റ്റർ ക്രിസ്റ്റീന എന്നായിരുന്നു ആ സമയത്ത് ക്രിസ്റ്റീന റോസറ്റി അറിയപ്പെട്ടിരുന്നത്. കാരണം എന്തുകൊണ്ടാണ്, അവര് ഈ ഒരു ഫോളൻ വിമണിന് വേണ്ടി ഒരു റെഫ്യൂജ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്തതുകൊണ്ട് ഷി വാസ് known as Sister Christina. Okay, so that was the inspiration behind this poem. And finally, so coming to the poem, just a summary പോലെ ഇങ്ങനെ പറഞ്ഞു തരാം. Okay, so it is very long poem ആയതുകൊണ്ട് നിങ്ങളായിട്ട് ഒരുപാട് ബോർ അടിപ്പിക്കുന്നില്ല. ജസ്റ്റ് മെയിൻ തിങ് മാത്രം പറഞ്ഞ് അനാലിസിസും കൂടി പറഞ്ഞ് നമുക്കൊന്ന് പോവാം. ഓക്കെ, സോ ദിസ് വാസ് ലൈക്ക് ഫസ്റ്റ് സ്റ്റാൻസൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഗോബ്ലിൻസ് ആർ ഇൻട്രൊഡ്യൂസ്ഡ്. ഗോബ്ലിൻസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു എൽഫ് ലൈക്ക് ക്രീച്ചേഴ്സ് ആണ് വിത്ത് പോയിന്റഡ് നോസ് ആൻഡ് പോയിന്റഡ് ഇയേഴ്സ്. യു ക്യാൻ സീ ദി ഇമേജസ് ഓർ യു ക്യാൻ ഫൈൻഡ് ദി ഇമേജസ് ഇൻ ഇന്റർനെറ്റ്. ഓക്കെ, ലൈക്ക് വെൻ യു സീ ദ മൂവി ഹാരി പോട്ടർ, അതിനകത്തൊക്കെ ഈ ഗോബ്ലിൻ ലൈക്ക് ക്രീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. ഡ്വാർഫിഷ് ക്രീച്ചേഴ്സ് ആണ്, പോയിന്റഡ് നോസ് ആൻഡ് പോയിന്റഡ് ഇയേഴ്സ്. ഓക്കെ, ആൻഡ് ദെൻ സോ ഈച്ച് മോർണിംഗ് ആൻഡ് ഈച്ച് ഈവനിങ് യങ് വുമണിനെ സെഡ്യൂസ് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ക്രീച്ചേഴ്സ് ആണ് ഈ ഗോബ്ലിൻ മെൻ എന്നാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. ഈ ഗോബ്ലിൻ മെൻ ഇങ്ങനെ വരുന്നുണ്ട്. അവരുടെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ വിൽ സെൽ സം ഫ്രൂട്ട്സ്, സം എക്സോട്ടിക് ഫ്രൂട്ട്സ്. അതായത് ആ സമയത്ത് കാണപ്പെടാത്ത, ആ ഒരു സമയത്ത് ടൈം പീരീഡിൽ പിന്നെ കിട്ടാത്ത ടൈപ്പിലുള്ള വെറൈറ്റി ഓഫ് ഫ്രൂട്ട്സുമായിട്ട് വന്നിട്ട് യങ് വിമനെ സെഡ്യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ഗോബ്ലിൻ മെന്നിന്റെ ജോലി എന്ന് പറയുന്നത്. ഓക്കെ, ഗോബ്ലിൻ ക്രീച്ചേഴ്സിന്റെ ജോലി. ഇവിടെ ഗോബ്ലിൻ മെൻ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ ദേ വിൽ എൻകറേജ് ദ വിമൻ ടു കം ബൈ ദ ഫ്രൂട്ട്. ദേ വിൽ ബി സെല്ലിംഗ് എ വെറൈറ്റി ഓഫ് എക്സോട്ടിക് ഫ്രൂട്ട്സ്, ലഷ്യസ് സൗണ്ടിങ് ഫ്രൂട്ട്സ്. അതൊക്കെ ഇവിടെ പറയുന്നുണ്ട് പോയത്തിനകത്ത്. സെൻഷ്യസ് ടേംസിലാണ് ഈ ഒരു ഫ്രൂട്ട്സിനെ അവർ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ആര്? നമ്മുടെ ഗോബ്ലിൻ മെൻ എന്ന് പറയുന്നത്. അതായത് അവരുടെ കയ്യിൽ പ്ലംപ് ആയിട്ടുള്ള അൺപെക്ഡ് ചെറീസ് ഉണ്ട്, പിന്നെ വൈൽഡ് ഫ്രീ ബോൺ ക്രാൻബെറീസ് ഉണ്ട്,
അതൊക്കെ ഭയങ്കര സെക്ഷൽ അണ്ടർടോൺസ് അല്ലെങ്കിൽ സെൻഷ്വലി ആണ് ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നത് ക്രിസ്റ്റീന റോസറ്റി. ലൈക്ക് എന്താണ് അവരുടെ ജോലി? ദീസ് ഗോബ്ലിൻ മെൻ their ടാർഗറ്റ് ഇസ് വിമൻ. ഓക്കെ, സോ ദേ വിൽ ബി ലൈക്ക് ഡിസ്ക്രൈബിംഗ് their ഫ്രൂട്ട്സ് അല്ലെങ്കിൽ എക്സോട്ടിക് ഫ്രൂട്ട്സ് ഇൻ സെൻഷ്യസ് ടേംസ്. അപ്പൊ അത് എന്തിനു വേണ്ടിയാണ്? സെക്ഷൽ ഒരു എന്താ പറയാ സജസ്റ്റീവ്നെസ് ആണ് കാണിക്കുന്നത്. ആ ഫ്രൂട്ട്സിലൂടെ യങ് വിമനെ സെഡ്യൂസ് ചെയ്ത് കൊണ്ടുപോകാനാണ് നമ്മുടെ ഗോബ്ലിൻ മെൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ദ ലാംഗ്വേജ് യൂസ്ഡ് എന്ന് പറയുന്ന വളരെയധികം സെക്ഷലി എക്സ്പ്ലിസിറ്റ് ലാംഗ്വേജ് ആണ്, ഇവോക്കേറ്റീവ് ലാംഗ്വേജ് ആണ്. ഫോർ വാട്ട്? ടു എൻകറേജ് ദി വിമൻ ടു എന്താ പറയാ ടു ഈറ്റ് ദെയർ ഫ്രൂട്ട്സ്. ഓക്കെ, so one evening, now the two sisters, Laura and Lizzie, are introduced in the next stanza. So one evening, two young sisters, Laura and Lizzie, they hear this goblin's call while they were collecting water from a brook. അപ്പൊ അവര് വെള്ളം കളക്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഗോബ്ലിന്റെ ഈ ഒരു ക്രൈ എന്താണ് കേൾക്കുന്നു. ആൻഡ് ലോറ ഷീ ന്യൂ ദാറ്റ് ദേ ആർ ഡേഞ്ചറസ് ക്രീച്ചേഴ്സ്. പക്ഷെ ലിസി എന്താണ് ഇവരുടെ ഒരു കോള് കേട്ടിട്ട് ബ്ലഷ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ബട്ട് ഷീ ട്രൈസ് ടു ഹൈഡ് ഇറ്റ്. പക്ഷെ എന്താണ് Lizzie started blushing because Laura knew that goblins are so dangerous. Okay, പക്ഷെ that goblins possess sexual threat. അതുകൊണ്ടാണ് എന്താണ് ലോറ ഭയങ്കര പ്രൊട്ടക്റ്റീവ് ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ബട്ട് ലിസി എന്ന് പറയുന്ന എന്താണ് ഷീ സ്റ്റാർട്ടഡ് ബ്ലഷിംഗ് ലൈക്ക് ഷീ ഇസ് സംവാട്ട് സെഡ്യൂസ്ഡ് ബൈ ദി കോൾ ഓഫ് ദി ഗോബ്ലിൻ. അതുകൊണ്ട് ഗോബ്ലിൻ മെൻ. സോ ലിസി ട്രൈസ് ടു ഹൈഡ് ഹർ ഹെഡ് ആൻഡ് കൺസീൽ ഹർ ബ്ലഷസ്. പക്ഷെ എന്താണ് അത് എക്സ്പ്ലിസിറ്റ് ആയിട്ട് വരുന്നുണ്ട്. അതായത് അവളുടെ ചീക്സിലും അവളുടെ ഫിംഗർ ടിപ്സിലും എല്ലാം വളരെയധികം ഷൈനസ് അല്ലെങ്കിൽ വളരെയധികം അവൾ ബ്ലഷ് ചെയ്യാണ് ചെയ്തത്. ഓക്കെ, ബിക്കോസ് ഷീ ഈസ് സെക്ഷലി അറൗസ്ഡ് ബൈ ദി ഗോബ്ലിൻസ് കോൾ. ബട്ട് ദേ ആർ സോ ഫിയർഫുൾ ആൻഡ് ഓൾസോ വെരി ക്യൂരിയസ്. സെക്ഷൽ ക്യൂരിയോസിറ്റി കൊണ്ട് വെരി ക്യൂരിയസ് ആണ്. ബിക്കോസ് ഹു ആർ ദീസ് ഗോബ്ലിൻ മെൻ ആൻഡ് സോ ദീസ് ട്രേഡ്സ് ആർ കൺസിഡർഡ് ടു ബി ഡേഞ്ചറസ് ബൈ വിക്ടോറിയൻസ്. അതായത് ഈ ഒരു സെക്ഷൽ ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ഫിയർ എന്താണ് സെക്ഷൽ ക്യൂരിയോസിറ്റി എന്ന് പറയുന്ന ഒരു ടീം സ്ത്രീകൾക്കുണ്ടാവുന്നത് അതൊരു ടൈപ്പ് ഓഫ് ഡേഞ്ചർ ആണെന്നാണ് ആര് വിശ്വസിച്ചിരുന്നത്? വിക്ടോറിയൻ സൊസൈറ്റി വിശ്വസിച്ചിരുന്നത്. ഓക്കെ, സോ ലോറ വിത്ത് ഗോൾഡൻ ഹെഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലോറയ്ക്കും ലിസിക്കും ഗോൾഡൻ ഹെഡ് ആണ്. ബിക്കോസ് ദേ ആർ ഹാവിംഗ് ദിസ് ഗോൾഡൻ ലോക്സ്, ഗോൾഡൻ ഹെയർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ദേ വിത്ത് ദിസ് ലോറ വിത്ത് ഗോൾഡൻ ഹെഡ് എന്താണ്? ലോറ അധികം പിന്നെ എന്താണ് കൂടുതൽ ലോറ സ്റ്റേസ് പ്രൊട്ടക്റ്റീവ്. പക്ഷെ ലിസി എന്ന് പറയുന്നത് അവരുടെ ആ ഒരു സെഡക്റ്റീവ് കോളിന് പിന്നീട് ലിസി വാസ് സെഡ്യൂസ്ഡ്. ഓക്കെ, സോ ഷീ വാസ് സോ ക്യൂരിയസ്, ഷീ വാണ്ടഡ് ടു ഫൈൻഡ് ഔട്ട് ദി ഫ്രൂട്ട്സ് സോൾഡ് ബൈ ദി ഗോബ്ലിൻ മെൻ. പക്ഷെ ലോറ ഇങ്ങനെ പ്രൊട്ടക്റ്റീവ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് ലിസി ട്രൈസ് ടു സ്റ്റേ എന്താണ് വിത്തിൻ ദി ലിമിറ്റ്സ്. ഓക്കെ, ദെൻ ലിസി ക്രൈസ് ഔട്ട് ആൻഡ് ഷീ വാണ്ട്സ് ഹർ സിസ്റ്റർ നോട്ട് ടു പീപ്പ് അറ്റ് ദി മെൻ. ഓക്കെ, ലിസി ക്രൈസ് ഔട്ട് ആൻഡ് ലിസി എന്താണ് പറയുന്നത്? ഇടയ്ക്ക് വെച്ച് ഒന്ന് കൺസ്ട്രെയിൻഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്, റിസ്ട്രെയിൻഡ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ലോറ ഇങ്ങനെ വോൺ ചെയ്യുന്നുണ്ട്, അവിടെ നോക്കരുതെന്ന് ഇങ്ങനെ വോൺ ചെയ്യുന്നുണ്ട്. പക്ഷെ ലിസി എന്താണ് അറിയാതെ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്, ആ ഒരു സ്റ്റേജിലോട്ട് നിൽക്കുവാണ്. ഓക്കെ, ബിക്കോസ് ദ എക്സോട്ടിക് നേച്ചർ ഓഫ് ദ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഫ്രൈറ്റൻസ് ലോറ, പക്ഷെ ഇറ്റ് എക്സൈറ്റ്സ് ആരെയാണ്? ലിസിയെ അത് എക്സൈറ്റ് ചെയ്യുന്നുണ്ട്. സോ ടെംപ്ടേഷനിലോട്ട് ആര് പോവുകയാണ്? നമ്മുടെ ലിസിയുടെ ആ ഒരു ട്രാൻസ്ഗ്രസിംഗ് നേച്ചറിനെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുവാണ് നമ്മുടെ പോയിന്റ്. ആ ലഷ്യസ് ഫ്രൂട്ട്സിന്റെ ആ ഒരു ഡിസ്ക്രിപ്ഷൻ ഒക്കെ കേട്ടപ്പോഴത്തേക്കും നമ്മുടെ ലിസി എന്താണ് സെഡ്യൂസ്ഡ് ആയി മാറുകയാണ്. ലിസി വാണ്ടഡ് ടു നോ വാട്ട് ഓൾ ഫ്രൂട്ട്സ് ദേ ആർ സെല്ലിംഗ്. ഓക്കെ, പക്ഷെ ഈ ഒരു ട്രാൻസ്ഗ്രഷൻ അല്ലെങ്കിൽ ഈ ഒരു ടെംപ്ടേഷൻ എന്ന് പറയുന്നത് ഇറ്റ് വാസ് അൺഅക്സെപ്റ്റബിൾ ഫ്രം ദി പാർട്ട് ഓഫ് വിമൻ ഡ്യൂറിംഗ് ദി വിക്ടോറിയൻ പീരീഡ്. ഓക്കെ, ദെൻ ലിസി refuses to look there. പക്ഷെ എന്താണ് എന്നിട്ട് ഷീസ് അഗെയിൻ വാർണിംഗ് ഹർ സിസ്റ്ററിനെ വാൺ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താണ് അങ്ങോട്ട് നോക്കരുതെന്ന്. പക്ഷെ ഷീ ഹാസ് ദ സ്റ്റിംഗ്ലിംഗ് ചീക്സ് ആൻഡ് ഫിംഗർ ടിപ്സ്. അതായത് ഷീ ഈസ് ഷൈ ആൻഡ് ഷീ വാണ്ടഡ് ടു എന്താ പറയാ നോക്കണം എന്ന് ആർക്ക് തോന്നുന്നുണ്ട്? നമ്മുടെ ലിസിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് തിങ് ഇസ് So Laura watches as the goblin men approach her and take notice of each goblin's appearance. ലോറ ഇതെല്ലാം വളരെയധികം പ്രൊട്ടക്റ്റീവ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ലോറയ്ക്ക് മനസ്സിലായി ഈ ഒരു ഗോബ്ലിൻസ് എന്ന് പറയുന്നത് എന്താണ്? ദേ ആർ റിസംബിൾ ടു ആൻ ആനിമൽ. ഓക്കെ, സോ ആനിമൽസിന് കണക്ക് ദേ ആർ വൈൽഡ് ആൻഡ് അൺടൈംഡ് ആൻഡ് ഡേഞ്ചറസ് ആണ്. ആൻഡ് സോ ഇവര് കാറ്റുമായിട്ടും റാറ്റുമായിട്ടും ഒക്കെ എന്താണ് പറയുന്നത് കമ്പയർ ചെയ്യുന്നുണ്ട്. വൂംബാറ്റുമായിട്ടും
സ്നെയിലുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്നുണ്ട്. ആൻഡ് സം ഓഫ് ദി ഗോബ്ലിൻസ് വോയിസ് എന്ന് പറയുന്നത് ഇറ്റ് സൂതനിങ് ലൈക്ക് എ ഡൗ, പക്ഷെ ഇറ്റ് സോഫ്റ്റ് കൈൻഡ് ആൻഡ് പ്ലസന്റ് ആണെങ്കിലും ദേ ആർ ഡേഞ്ചറസ് ക്രീച്ചേഴ്സ് എന്ന് ലോറ ഇങ്ങനെ വാച്ച് ചെയ്യുവാണ്. അവരുടെ അപ്പിയറൻസ്, ഗോബ്ലിന്റെ അപ്പിയറൻസ്, ആനിമൽ ലൈക്ക് ബോഡീസ് ആണ് ആർക്കുള്ളത്, നമ്മുടെ ഗോബ്ലിൻസിനുള്ളത്. അത് ലോറ മനസ്സിലാക്കി. ഓക്കെ, സോ ലോറ ട്രൈസ് ടു ലുക്ക് അറ്റ് ദിസ് goblin men and but she is also very cautious of this goblin men. So അവരറിയാതെ ഇവരെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ് ലോറ. ആൻഡ് ഓൾസോ ഷീ ഈസ് meanwhile she is also എന്ത് ചെയ്യുന്നുണ്ട്, restricting Lizzie. So the goblins, while they were going back to the den, but also they are continuing to call out come by. അതായത് ഇവരുടെ ഫ്രൂട്ട്സ് വാങ്ങിക്കെന്നും പറഞ്ഞ് ഗോബ്ലിൻസ് ക്രൈ ചെയ്യുന്നുണ്ട്. അവരങ്ങനെ തിരിച്ചു പോവുകയും കൂടെ ചെയ്യുവാണ്. ദേ ആർ ലൈക്ക് ട്രാമ്പിംഗ് എന്ന് വെച്ചാൽ നല്ല ഹെവി സ്റ്റെപ്സ് വെച്ച് അവരിങ്ങനെ നടന്നു പോവാണ്, ഗ്രൂപ്പായിട്ട് നടന്നു പോവാണ്. ആൻഡ് ഓൾസോ ഇൻ ദ മീൻ വൈൽ ദേ ആർ ലൈക്ക് കോളിംഗ് ഔട്ട് ദി വിമൻ, എന്താണ് യങ് വിമന്റെ അടുത്തോട്ട് വിളിക്കുന്ന എന്താണ്, കം ബൈ അവർ ഫ്രൂട്ട്സ്. ഓക്കെ, ആൻഡ് സോ ഭയങ്കര ഇന്റൻസിഫൈഡ് ആയിട്ടുള്ള ക്രൈസ് ആണ് അവരുടേത്, ഷ്രില്ലിംഗ് ആയിട്ടുള്ള വോയിസ് ആണ്. ഈവൻ ദോ ദേ ഹാവ് സോഫ്റ്റ് ആൻഡ് പ്ലസന്റ് വോയിസ് ലൈക്ക് എ ഡൗ, പക്ഷെ അവരുടെ വോയിസ് എന്ന് പറയുന്നത് എന്താണ്, തുളച്ചു കയറുന്ന ഷ്രില്ലിംഗ് വോയിസ് ആണ്. ഓക്കെ, ആൻഡ് ദെൻ ലോറയുടെ അടുത്ത് എത്തിയപ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഗോബ്ലിൻസ് എന്ത് ചെയ്യുന്നുണ്ട്, വേവ് ചെയ്യുന്നുണ്ട്, ലോറയുടെ അടുത്തോട്ട് സിഗ്നൽ ചെയ്യുന്നുണ്ട്, വേഗം വന്ന് വാങ്ങിക്കൂ എന്നുള്ള രീതിയിൽ, സെഡ്യൂസ് ചെയ്യാനുള്ള രീതിയിലൊക്കെ സിഗ്നലൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷെ എന്താണ്, ലോറ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ദം ആൻഡ് എ ഫ്രൂട്ട്. അപ്പം പക്ഷെ എന്താണ്, കുറച്ചും കൂടി ഇങ്ങനെ കൺട്രോൾഡ് ആയിട്ട് നിൽക്കുവാണ്. ലോറ സ്റ്റെയേഴ്സ്, പക്ഷെ ഷീ ഡസൻ മൂവ്. ഓക്കെ, ഷീ ഡിസൈർസ് എ ഫ്രൂട്ട്, പക്ഷെ ഷീ ഡസൻ ഹാവ് എനി മണി ടു ഓഫർ ഇൻ എക്സ്ചേഞ്ച്. ആൻഡ് ഗോബ്ലിൻ മെർച്ചന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ദേ ആർ കണ്ടിന്യൂയിങ് ദേ ക്രൈ, ദേ ആർ ട്രൈങ് ടു ടെംപ്റ്റ് ഹർ ടു സാമ്പിൾ ദേ ഫ്രൂട്ട് വിത്തൌട്ട് പേയിങ്. അതായത് പൈസയൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ടും നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്, സാരമില്ല വന്ന് ഫ്രൂട്ട് ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂന്ന് ആര് പെർസ്യൂഡ് ചെയ്യുന്നുണ്ട്, ഗോബ്ലിൻസ് പെർസ്യൂഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഫ്രൂട്ട്സ് ഒന്നും പൈസ ഇല്ലാത്തതുകൊണ്ട് ഷീ ഡസൻ വോണ്ട് ടു ബി ഇൻ ദാറ്റ് ഡെറ്റ്. അതുകൊണ്ട് ലോറ എന്ത് ചെയ്യുവാണ്, മാറി ബാക്ക് ഔട്ട് ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഓക്കെ, സോ ഇവിടെ ലോറയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറയുന്നത് ഷീസ് ഇന്നസെന്റ് ആണ് ആൻഡ് ഓൾസോ ആൻ ഓണറബിൾ വുമൺ ആണ്. അല്ലെ, പൈസ ഇല്ലാതെ ഡിസോണസ്റ്റ് ആയിട്ട് ഫ്രൂട്ട് കഴിക്കാൻ അവൾക്ക് താല്പര്യമില്ല. ഓക്കെ, സോ ബട്ട് ലോറ ഓൾസോ നോ ദാറ്റ് എന്താണ്, ഷീ കാണ്ട്, അല്ലെങ്കിൽ ഷീ ഓട്ട് നോട്ട് ടു അക്സെപ്റ്റ് ദ ഫ്രൂട്ട് വിത്തൌട്ട് ബീങ് ഏബിൾ ടു പേ. സോ ഷീ ഈസ് എക്സ്പ്ലെയിനിങ് ദിസ് ടു ദ ഗോബ്ലിൻസ്. അതായത് ഷീ ഡസൻ ഹാവ് എനി കോയിൻ വിത്ത് ഹർ ടു എന്താണ്, ടു അക്സെപ്റ്റ് ദ ഫ്രൂട്ട്. അതുകൊണ്ട് എന്താണ്, എനിക്ക് വേണ്ട എന്നുള്ള രീതിയിലാണ് ആര് നിൽക്കുന്നത്, നമ്മുടെ ലോറ നിൽക്കുന്നത്. ഓക്കെ, ബട്ട് ദ ഗോബ്ലിൻസ് എന്ത് ചെയ്യുന്നുണ്ട്, however points to Laura's golden hair as an adequate payment and urge her to clip one. Okay, പിന്നീട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ലോറ അവസാനമായപ്പോഴത്തേക്കും ലോറയുടെ ഗോൾഡൻ ഹെയർ മതി, പൈസ ഇല്ലെങ്കിലും സാരമില്ല. ദിസ് ഗോബ്ലിൻ മെൻ ദേ persuade her to clip one of her golden locks in exchange for the fruit. അപ്പൊ ആ സമയത്ത് അങ്ങനെ ലോറ എന്ത് ചെയ്യുന്നുണ്ട്, എഗ്രി ചെയ്യുന്നുണ്ട്. ആൻഡ് ഷീ വാസ് ക്രൈയിങ് ലൈക്ക് എന്താണ്, ക്രിസ്ത്യൻ റോസറ്റി അവരുടെ ക്രൈയിനെ കുറിച്ച് പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ക്രൈ അല്ലെങ്കിൽ ഹെർ ടിയർ വാസ് മോർ റെയർ ദാൻ എ പേൾ, അങ്ങനെ കമ്പാരിസൺ ഒക്കെ നടത്തുന്നുണ്ട്. സോ ലോറ എന്ത് ചെയ്യുന്നുണ്ട്, ലോറ അവസാനം അവളുടെ എന്താണ് ഹെയർ ഗോൾഡൻ ലോക്ക് കട്ട് ചെയ്ത് കൊടുക്കുവാണ്. സോ ഹെയർ എന്ന് പറയുന്നത് ഇസ് ബീൻ ട്രാൻസ്ഫോംഡ് ഇൻ ടു എ സിംബോളിക്കലി ഇറ്റ് ഈസ് ബീൻ ട്രാൻസ്ഫോംഡ് ഇൻ ടു എ കമ്മോഡിറ്റി വിത്ത് കൊമേഴ്ഷ്യൽ വാല്യൂ. ഓക്കെ, സോ ഇൻ ദ വിക്ടോറിയൻ കൾച്ചറിൽ ഒരു സ്ത്രീ ഒരു മുടി മുറിച്ചു കൊടുക്കുക അല്ലെങ്കിൽ മുടി മുറിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, അതൊരു ഫോളൻ വുമൺ അല്ലെങ്കിൽ എന്താണ്, ഒരു കൈൻഡ് ഓഫ് ബാഡ് ഇമേജ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ആ സമയത്ത് വിക്ടോറിയൻ കൾച്ചറിലും ആ ഒരു സൊസൈറ്റി എന്ന് പറഞ്ഞാൽ വളരെയധികം എന്താണ്, മോറലി പിന്നെന്താണ് മോറലി ഭയങ്കരമായിട്ടും എന്താണ് മോറൽ സ്റ്റേറ്റസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ട് മുടി കട്ട് ചെയ്ത് അവൾ ഫ്രൂട്ട് വാങ്ങിച്ചെന്ന് പറഞ്ഞപ്പോൾ മുടിക്ക് എന്താണ്, ഒരു കമ്മോഡിറ്റിയുടെ വിലയാണ് ഒരു സിംബോളിക്കലി വന്നത്. സോ അവളെ അപ്പോഴേ തന്നെ എന്താണ്, അവള് ഒരു ഫോളൻ വുമണിന്റെ ഇമേജ് ലോറയ്ക്ക് വന്നു കഴിഞ്ഞു. ഓക്കെ, സോ ഷീ immediately begins to suck the fruit that is presented to her, and the fruit's flavor എന്ന് പറയുന്നത് എന്താണ്, it is unlike anything she has ever tasted. ഭയങ്കര സ്വീറ്റർ ആണ്, സ്വീറ്റർ ദാൻ ഹണി എന്നാണ് പറയുന്നത്, ആൻഡ് സ്ട്രോങ്ങർ ദാൻ വൈൻ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഷീ ഈസ് ഈറ്റിംഗ് ഇറ്റ് ടു മച്ച് ആൻഡ് ഷീ ഡസന്റ് ഗ്രോ ടയർഡ് ഓഫ് ഇറ്റ്സ് ഫ്ലേവർ ആൻഡ് ഇറ്റ് ഡസന്റ് സാറ്റിസ്ഫൈ യർ ഹങ്കർ either. So she continues to suck the fruit until her lips are very sore. She's also in a state of total bewilderment. അതായത് ഈ ഗോബ്ലിന്റെ ഫ്രണ്ടിൽ വെച്ച് ഈ ഫ്രൂട്ട് സക്ക് ചെയ്യുമ്പോൾ കൈൻഡ് ഓഫ് സെൻഷ്യൽ ആയിട്ടുള്ള ഒരു എൻജോയ്മെന്റ് ഓഫ് ദ ഫ്രൂട്ട്, അതാണ് ഈ ഒരു ഇമേജ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ,
ലൈക്ക് ഹസ് ലിപ്സ് എന്ന് പറയുന്നത് എന്താണ്, ഇങ്ങനെ സക്ക് ചെയ്ത് ലിപ്സ് ഭയങ്കര സോറായിട്ട് മാറി. പിന്നെ അതുപോലെ തന്നെ ഈ ഫ്രൂട്ടിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ബെറ്റർ ദാൻ ഹണി, സ്വീറ്റർ ദാൻ ഹണി ആൻഡ് ഇറ്റ് ഇസ് സ്വീറ്റർ ദാൻ വൈൻ എന്നാണ്, ടേസ്റ്റ് ബെറ്റർ ദാൻ വൈൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, സോ എന്താണ് അപ്പം ആ ഒരു ഫ്രൂട്ടിന് ആരടിമയായി കഴിഞ്ഞു, നമ്മുടെ ലോറ അടിമയായി കഴിഞ്ഞു. സോ ഇറ്റ് ഇസ് ലൈക്ക് ലോറ ഈസ് ബീങ് ടേക്കൺ അവേ ഫ്രം ഗോഡ്, അല്ലെങ്കിൽ ലോറ ഹാസ് നൗ ബിക്കം എ ഫോളൻ വുമൺ, അങ്ങനെയാണ് പറയുന്നത്. ഈ ഫ്രൂട്ട് സക്കിംഗ് എന്നൊക്കെ പറയുന്നത് ഒരു സെക്ഷൽ ടോൺ ഉണ്ട്, സെക്ഷൽ അണ്ടർടോൺസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അതായത് ഗോബ്ലിൻസ് സെഡ്യൂസ് ചെയ്ത് ഗോബ്ലിൻസിന് വശപ്പെട്ട് കഴിഞ്ഞു എന്നൊക്കെ ഉള്ളൊരു മീനിങ് ആണ് ഈ ഒരു ഫ്രൂട്ട്സ് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്ന ആ ഒരു ഇമേജ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ വെൻ ഷീ ഫിനിഷസ് ദ ഫ്രൂട്ട്, ലോറ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്റ്റോൺ അവിടെ നിന്ന് എടുക്കുന്നുണ്ട്, അതായത് ഒരു കേർണൽ സ്റ്റോൺ എടുക്കുന്നുണ്ട് ടു ബ്രിങ് ഹോം വിത്ത് ഹർ. ആൻഡ് ഷീ സഡൻലി ബിക്കം അൺകോൺഷ്യസ് ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, ഷീ സഡൻലി ലോസ്റ്റ് ഹർ സറൗണ്ടിങ്സ്, ഷീ വാസ് അൺഅവെയർ ഓഫ് ഹർ സറൗണ്ടിങ്സ് ആൻഡ് ഷീ ഡസന്റ് നോ വെദർ ഇറ്റ് ഇസ് നൈറ്റ് ഓർ ഡേ. So Laura somehow makes her way home alone. So when she arrives there, Lizzie was waiting for there at the garden gate and she proceeds to scold her with wise upbraidings. അതായത് ലിസി ഭയങ്കരമായിട്ട് സ്കോൾഡ് ചെയ്യുന്നുണ്ട്. എവിടെ ആയിരുന്നു, എന്തിനു പോയി എന്നൊക്കെ പറഞ്ഞ് സ്കോൾഡ് ചെയ്യുമായിരുന്നു. ഒരുപാട് അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് ലിസി എന്ത് ചെയ്യുന്നുണ്ട്, സ്കോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ലോറ വാസ് ഓൾറെഡി അണ്ടർ ദി ടോക്സിസിറ്റി ഓഫ് ദിസ് പോയിസൺഡ് ഫ്രൂട്ട് അല്ലേ. അതുകൊണ്ട് ലോറയ്ക്ക് വലിയ ബോധമൊന്നും, ഒരു അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആയിരുന്നു ലോറയുടേത്. സോ ലിസി അഗെയിൻ വാൺസ് ലോറ ഓഫ് ദ ഡേഞ്ചേഴ്സ് ഓഫ് ലോയിറ്ററിംഗ് അറൌണ്ട്, അതായത് അവിടെ ഇവിടെ കറങ്ങി നടന്ന് ഗോബ്ലിൻ മെന്നിന്റെ അടിമപ്പെട്ട് പോകരുത് എന്നൊക്കെ ലിസി ഇങ്ങനെ വാൺ ചെയ്യുന്നുണ്ട്. പക്ഷെ ആൻഡ് ലിസി ആസ്ക് ലോറ, അതായത് ലിസി ആ സമയത്ത് ഒരു വിമന്റെ കാര്യം റെഫറൻസ് പറയുന്നുണ്ട്. ജീനി എന്ന് പറയുന്ന ഒരു വുമണിന്റെ ഫേറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ലൈക്ക് ഡു യു റിമെമ്പർ ദി ഫേറ്റ് ഓഫ് ജീനി? Jeannie was once seduced by the goblins and she accepted their gifts, ate their fruit and wore their flowers. പക്ഷേ later they abandoned her and Jeannie's hair grew grey and she died in her prime age. അതായത് ഒരു ജീനി എന്ന് പറഞ്ഞ പണ്ട് ഇതുപോലെ ലോറയുടെ ഒരു സ്ത്രീയെ കുറിച്ച്, ഒരു ഫോളൻ വുമണിനെ കുറിച്ച് പറയുവാണ്. പിന്നെ ഇതുപോലെ ഗോബ്ലിൻസ് കൊടുത്ത ഫ്രൂട്ട് കഴിച്ച് ജീനി ഇതുപോലെ പെട്ടെന്ന് മരിച്ചുപോയി. അതായത് അവളുടെ ഗോൾഡൻ ലോക്സ് ഒക്കെ മാറി, അവളുടെ ഗ്രേ ഹെയർ ആയിട്ട് മാറി, പെട്ടെന്ന് തന്നെ ജീനി യങ് ഏജിൽ തന്നെ മരിച്ചുപോയി. അവരെ ഈ ഗോബ്ലിൻസ് സെഡ്യൂസ് ചെയ്തിട്ട് പിന്നീട് അവരെ അബാൻഡൻ ചെയ്തു. സോ അങ്ങനെ ഒരു അവസ്ഥ ആർക്ക് വരരുത്, ലിസി പറയുവാണ്, ലോറയ്ക്ക് ഒരിക്കലും വരരുത്. സോ ലിസി വാട്ട് ഇസ് ഷീ ഈസ് ട്രൈങ് ടു ഡു, ഷീ ഈസ് ട്രൈങ് ടു ഗിവ് ഹർ എ മോറൽ ലെസൺ, ഒരു ലെസൺ കൊടുക്കുവാണ്. ദാറ്റ് മീൻസ് ടു റീട്രേറ്റ്, അതായത് ടു റീസ്ട്രെയിൻ ലോറ ഫ്രം ഗോയിങ് ബാക്ക് ടു ദി ഗോബ്ലിൻസ്. ഓക്കെ, സോ ഒരു കോഷണറി ടെയിൽ പോലെ ജീനിയുടെ എക്സാമ്പിൾ പറയുന്നുണ്ട്. അതൊരു സെക്ഷൽ ഫോൾ പോലെ പറയുവാണ്. അതായത് സെഡ്യൂസേഴ്സ് അബാൻഡൻ ചെയ്തു ആൻഡ് ഇവൻച്വലി യു വിൽ ഡൈ, യു വിൽ ബി ഹാവിംഗ് ദ സെയിം ഫേറ്റ് ആസ് ദാറ്റ് ഓഫ് ജീനി. സോ പ്ലീസ് ഡോണ്ട് ഗോ ദെയർ, ഇനിയും പോകരുത് എന്ന് പറയുവാണ്. ഓക്കെ, ദെൻ ലോറ പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്മിസസ് ഹർ സിസ്റ്റേഴ്സ് കൺസേൺസ് ആൻഡ് ടെല്ലിംഗ് ഹർ ടു സ്റ്റോപ്പ് ടോക്കിംഗ്. ഓക്കെ, ഷീ ടോൾഡ് ഹർ ടു ബി സൈലന്റ്. I don't want to hear any of your advices, അല്ലെങ്കിൽ I don't want to hear any of your moral lessons എന്നൊക്കെ പറഞ്ഞ് ലോറ ഷട്ട് ചെയ്യുവാണ് ലിസിയെ. ആൻഡ് ലോറ എക്സ്പ്ലെയിൻസ് all those that although she ate the goblin fruit, her mouth still waters for it. അതായത് once she is seduced by the goblin, she is actually pining for the fruit again. അതായത് ഇനിയും വേണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലോട്ട് ആര് മാറി, ലോറ മാറി. സോ ലോറ ഈസ് ട്രൈങ് ടു റിയഷ്യൂർ ഹെർ സിസ്റ്റർ. ഫസ്റ്റ് നിങ്ങൾ ആലോചിക്കണം, ലോറയും ലിസിയും ഭയങ്കരമായിട്ട് റീസ്ട്രെയിൻഡ് ആയിട്ട് നിന്നെയാണ്. പക്ഷെ ലോറ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അവസാനം സെഡ്യൂസ്ഡ് ആയി പോകുന്നത്. സോ കിസിംഗ് ലിസി, ഷീ ഈസ് ആക്ച്വലി സ്റ്റാർട്ടഡ് ഡിസ്ക്രൈബിംഗ് ദി ഡെലീഷ്യസ് ഫ്രൂട്ട്. അതായത് പ്ലംസ് ഉണ്ട്, ചെറീസ് ഉണ്ട്, മെലൺസ് ഉണ്ട്, പീച്ചസ് ഉണ്ട്. ആൻഡ് അതെല്ലാം ഒരു ദിവസം ഞാൻ സിസ്റ്ററിന്, അടുത്ത ദിവസം ഞാൻ നിനക്ക് കൊണ്ടുവരും എന്നൊക്കെ ലോറ പറയുവാണ്. ഓക്കെ, ബട്ട് ബിക്കോസ് ലോറ ഡസൻ നോട്ട് യെറ്റ് റിയലൈസ് ദാറ്റ് ഷീ ഈസ് ഇൻ ഡേഞ്ചർ. പക്ഷെ ഷീ ഈസ് ആക്ച്വലി പൈനിങ് ഫോർ ആ ഒരു ഫ്രൂട്ട് വേണം എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, ആൻഡ് ലോറ ഈസ് ഓൾസോ ട്രൈങ് ടു ടെംപ്റ്റ് ലിസി വിത്ത് ദി ഓഫറിംഗ്സ് ഓഫ് ഫ്രൂട്ട്. ആൻഡ് ദാറ്റ് ഇസ് വൈ ലോറ ഈസ് എക്സ്പ്ലെയിനിങ് അല്ലെങ്കിൽ ഡിസ്ക്രൈബിംഗ് ദി ഫ്രൂട്ട്സ്. പ്ലംസ് ഉണ്ട്, ചെറീസ് ഉണ്ട്, നിനക്ക് ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ലോറ എന്ത് ചെയ്യാണ്, ലിസിയും എന്ത് ചെയ്യുന്നുണ്ട്, ടെംപ്റ്റ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ലോറ ഈസ് അണ്ടർ ദി ആ ഒരു സെഡക്ഷനിലാണ് ആരുടെ, ഗോബ്ലിൻ മെന്നിന്റെ. സോ ഷീ ഈസ് അൺഅവെയർ, ഭയങ്കര ഡെലിബറേറ്റ് ആയിട്ട് അല്ലാതെയും ആരെ സെഡ്യൂസ് ചെയ്യാണ്. ലിസിയെടുത്തും പറയുവാണ്, നീയും ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുക എന്നൊക്കെ. സോ ദ ടു സിസ്റ്റേഴ്സ് ദെൻ റിട്ടയർ ടു സ്ലീപ്പ് ഇൻ ദ സെയിം ബെഡ് ആൻഡ് ദേ ആർ, അവരുടെ ഒരു ഇന്റിമേറ്റ്
ഇന്റിമസിയെ കുറിച്ച് പറയുന്നുണ്ട്. ദേ ആർ സ്ലീപ്പിംഗ് ഗോൾഡൻ ഹെഡ് ബൈ ഗോൾഡൻ ഹെഡ്, അതായത് ബോത്ത് ഓഫ് ദം ആർ ഹാവിംഗ് golden locks of hair, and while they sleep, their arms are enfolding one another, and they are being എന്താണ് peaceful slumber ആയിരുന്നു. They are being undisturbed by the sound of owls and bats. So they sleep cheek to cheek and breast to breast. അതായത് ഇന്റിമസിയെ കാണിക്കുവാണ്, ആ സിസ്റ്റേഴ്സിന്റെ ഒരു ഇന്റിമസിയെ കുറിച്ച് കാണിക്കുവാണ്. അവർ ഉറങ്ങുകയാണ് എന്ന് കാണിക്കുവാണ്. They are sleeping cheek to cheek and breast to breast. അതാണ് അത്രമാത്രം ഇന്റിമസിയാണ്. അവർ കൈ കോർത്ത് പിടിച്ചാണ് കിടന്ന് ഉറങ്ങുന്നത് എന്നാണ് പറയുന്നത്. സോ വൈ ഇസ് ലൈക്ക് ആ ഒരു സ്ലീപ്പിംഗ് ഇമേജ് എന്തിനായിരിക്കും ക്രിസ്റ്റിന റോസറ്റി കൊണ്ടുവന്നത്? ലൈങ് ടുഗദർ ഇൻ ദ സെയിം ബെഡ്. എന്താണ് സിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഇന്റർചേഞ്ചബിളി, അതായത് ഭയങ്കര സിസ്റ്റർഹുഡ് എന്ന് പറയുന്നത് ഭയങ്കര പ്യൂരിറ്റി ഉള്ളതാണ്. അവരുടെ ആ ഒരു ഇന്നസെൻസിനെയാണ് കാണിക്കുന്നത്. അവർ ഒരുമിച്ചേ ഉറങ്ങൂ, അവരെ കെട്ടിപ്പിടിച്ചേ ഉറങ്ങൂ എന്നൊക്കെ കാണിക്കുവാണ്. ബിക്കോസ് 19th century ബിലീവ്സിൽ എന്ന് പറയുന്നത് ഫോളൻ വിമൻ എന്ന് പറയുന്നത് ദേ ആർ കൺസിഡർഡ് ആസ് ഇംപ്യൂർ ആൻഡ് കണ്ടാമിനേറ്റഡ്. പക്ഷേ ക്രിസ്റ്റിന റോസറ്റി ജസ്റ്റ് റിജക്ട് സച്ച് എ വ്യൂ. അതുകൊണ്ടാണ് ഇവർ രണ്ടുപേരും ഒരുമിച്ച് കിടന്നുറങ്ങുന്നു, ആ ഒരു ഇമ്പ്യൂരിറ്റി ഒന്നുമില്ല, ജസ്റ്റ് പ്യൂർ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു ഇമേജ് കൊടുക്കുന്നത്. ഓക്കെ, ക്രിസ്റ്റിന റോസറ്റി പ്രൊവൈഡ് ചെയ്യേണ്ട ഒരു ഇമേജ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഫോളൻ വിമണിനും ഒരു ലൈഫ് ഉണ്ട്. ദേ ആർ നോട്ട് അറ്റ് ഓൾ ഇംപ്യൂർ ഓർ കണ്ടാമിനേറ്റഡ്. ഓക്കെ. And the following morning, Laura and Lizzie wakened to the sound of a cock crowing, and they started doing their usual chores, like honey fetch ചെയ്യുന്നു, കൗസിനെ മിൽക്ക് ചെയ്യുന്നു, ലൈഫ് സ്റ്റോക്കിനെ ഫീഡ് ചെയ്യുന്നു, ക്ലീനിങ് തുടങ്ങുന്നു. ആൻഡ് ഒരു മോഡസ്റ്റ് മെയ്ഡൻസിനെ പോലെ അവരുടെ ജോലിയൊക്കെ ഇങ്ങനെ ചെയ്യുവാണ്. പക്ഷെ ലിസി ഈസ് കണ്ടന്റ് ഇനഫ്, പക്ഷെ ലോറ ഈസ് ആക്ച്വലി ആബ്സെന്റ് മൈൻഡഡ് ബിക്കോസ് ഷീ ഹാസ് ദിസ് ലോങ്ങിങ് ഫോർ ദി ഗോബ്ലൻ ഫ്രൂട്ട്. ബിക്കോസ് ഷീ ഈസ് അണ്ടർ ദി സ്പെൽ ഓഫ് ദിസ് ഗോബ്ലിൻ മെൻ. അതുകൊണ്ട് ഇവള് ആബ്സെന്റ് മൈൻഡഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഷീസ് സംതിങ് ഇസ് റോങ് വിത്ത് ലിസി എന്ന് നമുക്ക് ആ സമയത്ത്, ലോറ എന്ന് നമുക്ക് ആ സമയത്ത്, റീഡേഴ്സിന് ആ സമയത്ത് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. ഫൈനലി ഈവനിങ് അറൈവ്സ് ആൻഡ് ലോറ ആൻഡ് ലിസി ദേ ആർ ഗോയിങ് ടു ഡ്രോ വാട്ടർ ഫ്രം ദി ബ്രൂക്ക്. ലിസി കാം ആൻഡ് കംഫർട്ടബിൾ ആയിട്ട് അൺട്രബിൾഡ് ആയിട്ട് ഇരിക്കുവാണെങ്കിലും ലോറ ഈസ് ഈഗർ ഫോർ അനദർ എൻകൗണ്ടർ വിത്ത് ഗോബ്ലിൻസ്. ഓക്കെ. സോ ലിസി എന്ത് ചെയ്യുന്നുണ്ട്? പർപ്പിൾ ആൻഡ് ലിസി ആ സമയം എന്താണ് എല്ലാ ഭയങ്കര അൺട്രബിൾഡ് ആയിട്ടൊക്കെ നടക്കുവാണെങ്കിൽ ലോറ എന്താണ് പറയുന്നത്? ലോറ ഇങ്ങനെ അവരെ തേടി ഇങ്ങനെ നടക്കുവാണ്. ആ ഗോബ്ലിൻസിനെ കണ്ടില്ലല്ലോ, അവരെ കാണണമല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ലോറ എന്ന് പറയുന്നത്. ലോറ ആൻഡ് ലിസി ഈസ് ഔട്ട് വിത്ത് ദെയർ പിക്ചേഴ്സ് ടു ഡ്രോ വാട്ടർ ഫ്രം ദ ബ്രൂക്ക്. സോ ഇവിടെ ലിസി എന്ന് പറയുന്നത് എന്താണ്? ഷീ ഈസ് നോട്ട് അറ്റ് ഓൾ, ഷീ ഈസ് ഒരു സിംപിളൈസ്ഡ് ആസ് എ പ്യുവർ വുമൺ അല്ലെ. ഷീ ഈസ് നോട്ട് അറ്റ് ഓൾ സെഡ്യൂസ്ഡ് ബൈ ദ ഗോബ്ലിൻ. ഷീ ഡസൻ ഹാവ് എനി സെക്ഷൽ ക്യൂരിയോസിറ്റി ഒന്നും ഇല്ല. സോ ലിസി ഈസ് ബീങ് കമ്പയർഡ് ടു മദർ മേരി അല്ലെങ്കിൽ മദർ ഓഫ് ജീസസ്. അതാണ് ഇവിടെ പറയുന്നത്. ലൈക്ക് വിർജിൻ മേരിയെ പോലെയാണ് ലിസിയെ ഇവിടെ കമ്പയർ ചെയ്യുന്നത്. ഓക്കെ. ബിക്കോസ് ലിസി ഈസ് ബിസി പ്ലക്കിംഗ് ലില്ലി ഫ്ലവർ, ഐറിസ് ഫ്ലവർ, ഇതൊക്കെ ഇങ്ങനെ പ്ലക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. സോ ലിസി എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് ഒരു പ്യുവർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വിർജിൻ മേരി കോൺസെപ്റ്റിലോട്ടാണ് ആരെ കൊണ്ടുപോകുന്നത്? ലിസിയെ കൊണ്ടുപോകുന്നത്. ബിക്കോസ് ഷീ ഷീ ഡസൻ ഗോ ബിഹൈൻഡ് ദിസ് ഗോബ്ലിൻ മെൻ ആൻഡ് ഷീ ഈസ് ഓൾസോ നോട്ട് സെഡ്യൂസ്ഡ്. പക്ഷെ ലോറ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ലോറ ഒരു ഫോളൻ വിമന്റെ ഇമേജിലോട്ട് പോവുകയാണ്. ആൻഡ് ലോറ റെഫ്യൂസ്. അപ്പൊ ലോറയ്ക്ക് ഏത് ഇമേജ് ആണ് വരുന്നത്? ദ ഇമേജ് ഓഫ് ദി ഫസ്റ്റ് വുമൺ, അതായത് ഈവിന്റെ ഇമേജ് ആണ് വരുന്നത്, ഹു ഏറ്റ് ദ ഫോർബിഡൻ ഫ്രൂട്ട്. ഓക്കെ. ദെൻ സോ ലോറ ഈസ് റെഫ്യൂസിംഗ് ടു കമ്മിങ് ബാക്ക് ടു ഹോം. ലോറയ്ക്ക് എന്ത് ചെയ്യണം? അവിടെയൊക്കെ ഇങ്ങനെ ലോയിറ്റർ ചെയ്ത് നടക്കണം. ഇൻ എ ഹോപ്പ് ദാറ്റ് ദ ഗോബ്ലിൻസ് വിൽ റിട്ടേൺ ഫോർ ഹർ. ആൻഡ് ഷീ ടെൽസ് ലിസി ദാറ്റ് കുറച്ചും കൂടി വെയിറ്റ് ചെയ്യാം എന്ന് ഇങ്ങനെ പറയുവാണ്. ഓൾദോ ഷീ ലിസൺസ് ഫോർ ദി ഗോബ്ലിൻസ് ക്രൈ, ഷീ നെവർ ഹിയേഴ്സ് ദം. അപ്പൊ ലിസി ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട്. ലിസി പറയുന്നുണ്ട്, കം വിത്ത് മീ, പ്ലീസ് ഡോണ്ട് ലുക്ക് ബാക്ക്, ഇഫ് യു ഹിയർ ദി ഫ്രൂട്ട് കോൾ പ്ലീസ് ഡോണ്ട് ലുക്ക് അറ്റ് ദം എന്നൊക്കെ ലിസി പറയുന്നുണ്ട്. പക്ഷെ ലോറ ഈസ് സംവാട്ട് ലൈക്ക് കോൾഡ് ആസ് എ സ്റ്റോൺ. ലോറ ഹാസ് ടേൺഡ് ലൈക്ക് എ സ്റ്റോൺ കോൾഡ് ആയിട്ട് ഇങ്ങനെ ലോറ നിൽക്കുവാണ്. ഓക്കെ. ആൻഡ് ഷീ ഹാസ് റിയലൈസ് ദാറ്റ് ഷീ കനോട്ട് ബൈ ദ ഫ്രൂട്ട്. അല്ലെ, ഇവര് വരാതെ ഫ്രൂട്ട് കിട്ടത്തില്ല എന്നുള്ള ഒരു മൈൻഡിൽ ആരിയ്ക്കുവാണ്? ലോറ ഇരിക്കുവാണ്. ആൻഡ് ദെൻ എങ്ങനെയെങ്കിലും ലോറയും ലിസിയും കൂടെ ബെഡിൽ ഉറങ്ങുന്നുണ്ട്. വീട്ടിലോട്ട് തിരിച്ചു പോകുന്നുണ്ട്. സോ ഷീ വാസ് വെയിറ്റിംഗ് അൺടിൽ ലിസി ഈസ് അസ്ലീപ്. ലോറ എന്ത് ചെയ്യുന്നുണ്ട്? ഷീ സ്റ്റാർട്ടഡ് വീപ്പിംഗ്. അങ്ങനെ പറയുവാണ്. Then for several days and nights, Laura silently എന്ത് ചെയ്യുന്നുണ്ട്? She is listening. She is actually hoping that the goblins will reappear. പക്ഷെ she never sees or hears them again. So ആ ഒരു സോറോയിലും ആൻസൈറ്റിയിലും ലോറ എന്താണ്? വളരെയധികം ഡെസലേറ്റഡ് ആയിട്ട് മാറുന്നുണ്ട്. വളരെയധികം ഡിപ്രസ്ഡ് ആയിട്ട് മാറുന്നുണ്ട്. Her golden hair started turning thin and grey. And so she now remembers a kernel stone. She brought it back from the
ഗോബ്ലിന്റെ കയ്യിൽ നിന്നൊരു ആ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്ന സമയത്ത് ലോറ ഒരു സ്റ്റോൺ കൊണ്ടുവന്നിരുന്നു. സോ ഷീ സ്റ്റാർട്ടഡ് പ്ലാന്റിംഗ് ഇറ്റ് ഇൻ എ സണ്ണി സ്പോട്ട് ആൻഡ് വാട്ടേഴ്സ് ഇറ്റ് വിത്ത് ഹർ ടിയേഴ്സ്. ഷീ ന്യൂ ദാറ്റ് ഇറ്റ് വിൽ നോട്ട് ബെയർ എനി ഫ്രൂട്ട്. പക്ഷെ ലോറ വളരെയധികം ആബ്സെന്റ് മൈൻഡഡ് ആയിട്ട് ഈ ഒരു സ്റ്റോണിനെ വെള്ളം ഒഴിക്കുന്നു, കരയുന്നു, അങ്ങനെ ആകെ ഒരു ഡെസലേറ്റ് സ്റ്റേറ്റിലായിട്ട് മാറി. ഷീ ഹാസ് നൗ ബിക്കം ഒരു ബാരൻ വുമൺ ആയിട്ട് മാറിയതുപോലെയായി മാറി. ഓക്കെ, ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്തും സ്പിരിച്വലി ഒക്കെ വളരെയധികം ഒരു അൺവെൽനെസ് അല്ലെങ്കിൽ ഒരു ഗ്ലൂമിനെസ് ലോറയുടെ ലൈഫിൽ ഷാഡോ ചെയ്യാൻ തുടങ്ങി. ആൻഡ് ലോറ സ്റ്റാർട്ടഡ് നെഗ്ലക്ടിങ് ദി ഹൗസ് ഹോൾഡ് ടാസ്ക്. ഷീ ഈസ് നോ ലോങ്ങർ ക്ലീനിങ്, ഷീ ഈസ് നോ ലോങ്ങർ ഹെൽപ്പിംഗ് ഹർ സിസ്റ്റർ, ഈസ് നോ ലോങ്ങർ ഫീഡിങ് ദി ലൈഫ് സ്റ്റോക്ക് ഓർ കുക്കിംഗ് ഒന്നും ചെയ്യുന്നില്ല. വളരെയധികം റെസ്ലെസ് ആയിട്ട് മാറിയിരിക്കുവാണ് ആര്, നമ്മുടെ ലോറ. സോ ഒരു ഡൊമസ്റ്റിക് വുമണിന്റെ ഒരു റോൾ എല്ലാം ആർക്ക് വിട്ടുപോയി, നമ്മുടെ ലോറയ്ക്ക് വിട്ടുപോയി. ഓക്കെ, ദെൻ Lizzie is full of tenderness for her sister. Lizzie feels very bad for her sister. She is very sad for her sister because she couldn't no longer bear to see Laura suffering. So ലോറ എന്ത് ചെയ്യാണ്, ലോറയുടെ ആ ഒരു സഫറിങ് ആർക്ക് കാണാൻ പറ്റുന്നില്ല, ലിസിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആൻഡ് ദെയർഫോർ ലിസി എന്ത് ചെയ്തു, സോ ഷീ വാസ് ലൈക്ക് ഓക്കെ, എങ്ങനെയെങ്കിലും ലോറയ്ക്ക് ഈ ഒരു ഗോബ്ലിന്റെ ഫ്രൂട്ട് കൊണ്ടെത്തിക്കണം. സോ ലിസി എന്ത് ചെയ്തു, ആൻഡ് ഷീ ഓൾസോ റിമെമ്പേഴ്സ് എ ഫേറ്റ് ഓഫ് ജീനി. അതായത് ജീനിയുടെ ആ ഒരു ഫേറ്റ് ഇവർക്ക് ഓർക്കുന്നുണ്ടായിരുന്നു. ജീനി ഇതുപോലെ ഗോബ്ലിന്റെ ഫ്രൂട്ട് കിട്ടാതെ മരിച്ചുപോയ കാര്യം ലിസിക്ക് ഓർമ്മയുള്ളത് കൊണ്ട് ലോറയുടെ ഹെൽത്ത് ഡിറ്ററിയേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴും നമ്മുടെ ലിസിക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി, പേടിയാവാൻ തുടങ്ങി. സോ ഷീ ആക്ച്വലി ഷീ embarks on a journey to find out this goblin man. She puts a silver penny in her purse. She kisses Laura goodbye and she started searching for the goblin men at the brook. Okay, so for the first time നമ്മുടെ ലിസി started to listen and look around her for the goblin men. ലിസിക്ക് അറിയാം, പക്ഷെ she is in a kind of sisterly self-sacrifice. സോ എന്ത് ചെയ്തു, ഒരു സിൽവർ പെനിയും പേഴ്സിൽ ഇട്ടുകൊണ്ട് കോഷ്യസ് ആയിട്ട് ലോറയ്ക്ക് ഗോബ്ലിൻ മെന്നെ സെർച്ച് ചെയ്ത് ലിസി സ്റ്റാർട്ടഡ് ഹർ ജേർണി. സോ ദ ഗോബ്ലിൻസ് ഫൗണ്ട് ലിസി ആൻഡ് ദ ഗോബ്ലിൻസ് വെർ ലാഫിംഗ് അറ്റ് ഹർ. ദേ വെയർ ലൈക്ക് ഭയങ്കര നോയ്സി ആയിട്ട് അവളുടെ ചുറ്റിനും കടന്ന് റൺ ചെയ്യാൻ തുടങ്ങി. ദേ ട്രൈ ടു ഹഗ് ഹർ, കിസ് ഹർ, സ്ക്വീസ് ഹർ ആൻഡ് ദേ സ്റ്റാർട്ടഡ് ഇൻവൈറ്റിംഗ് ഹർ ടു ലുക്ക് ആൻഡ് ടേസ്റ്റ് ദി ലഷ്യസ് ഫ്രൂട്ട്സ്. അങ്ങനെ സെഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. ലൈക്ക് ബൈറ്റ്, ഈറ്റ് ഓഫ് പീച്ചസ്, പ്ലക്ക് ദം ആൻഡ് സക്ക് ദം എന്നൊക്കെ പറഞ്ഞ് സെൻഷ്യസ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ലിസി ഷീ നോസ് ദ ഫേറ്റ് ഓഫ് ജീനി ആൻഡ് നൗ ഷീ നോസ് ദ ഫേറ്റ് ഓഫ് ലോറ. സോ ഷീ എന്ത് ചെയ്തു, ഷീ ഹോൾഡ്സ് ഔട്ട് ഹർ ഏപ്രൻ ആൻഡ് ആസ്ക് ദം ടു ഫിൽ ഇറ്റ് വിത്ത് ഫ്രൂട്ട്. എന്നിട്ട് സിൽവർ പെന്നി ടോസ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അതായത് ലിസി റെഫ്യൂസസ് ദെയർ ഓഫേഴ്സ് ആൻഡ് ഷീ ആക്ച്വലി ആസ്ക് ദം ടു ടോസ് ദ ഫ്രൂട്ട്സ് ഇൻ ഹർ ഏപ്രൻ. എന്നിട്ട് അവൾക്ക് പെട്ടെന്ന് തന്നെ പോണം എന്നുള്ള രീതിയിൽ, ഫ്രൂട്ട്സ് പെട്ടെന്ന് താ എന്ന് പറഞ്ഞ രീതിയിൽ അവള് നിൽക്കാൻ തുടങ്ങി. ബട്ട് ദ ഗോബ്ലിൻസ് ട്രൈ ടു പെർസ്യൂഡ് ലിസി ടു ഈറ്റ് വിത്ത് ദം. ഈ ഫ്രൂട്ട്സ് അവളെ കൊണ്ട് ഈറ്റ് ചെയ്യിപ്പിക്കാൻ ഗോബ്ലിൻസ് ഒരുപാട് ട്രൈ ചെയ്തു. പക്ഷെ ലിസി എന്ത് ചെയ്തു, കഴിച്ചില്ല. അവര് പറഞ്ഞു, ദേ വോണ്ട് ലിസി ദാറ്റ് ഫ്രൂട്ട് വിൽ ലൂസ് ഇറ്റ് ജ്യൂസിനെസ് ആൻഡ് ഇറ്റ്സ് ഫ്ലേവർ ഇഫ് ഇറ്റ് ഇസ് ട്രാൻസ്പോർട്ടഡ് ഫ്രം ദെയർ പ്രസൻസ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവരുടെ പ്രസൻസിൽ തന്നെ കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ ലിസി പറഞ്ഞു നോ, ലോറ ഈസ് വെയിറ്റിംഗ് അറ്റ് ഹോം ഫോർ ഹർ. സോ പെട്ടെന്ന് തന്നെ സിൽവർ പെനി എടുത്തിട്ട് ഫ്രൂട്ട് കഴിക്കാൻ. അപ്പോഴത്തേക്കും ഗോബ്ലിൻസ് എന്ത് ചെയ്തു, ദേ സ്റ്റാർട്ടഡ് മൊളസ്റ്റിംഗ് ഹർ, അല്ലെങ്കിൽ ഒരു റേപ്പ് ലൈക്ക് ഇമേജ് ആണ് പിന്നെ ക്രിസ്റ്റീന റോസിറ്റി കൊണ്ടുവരുന്നത്. ദേ ബിക്കേം സോ ആംഗ്രി ആൻഡ് കൺഫ്യൂസ്. ദേ ബിഗിൻ ടു ഇൻസൾട്ട് ഹർ, ദേ ബിഗിൻ ടു അക്യൂസ് ഹർ ഓഫ് പ്രൈഡ് ആൻഡ് ഇൻസിവിലിറ്റി. ലൈക്ക് ദേ സ്വീറ്റ് ടോൺഡ് വോയിസസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഭയങ്കര ഈവിൾ ആവാൻ തുടങ്ങി. അവിടെ സൗണ്ട് സോഫ്റ്റ് പ്ലസന്റ് വോയിസ് അല്ലെങ്കിൽ ഡൗ ലൈക്ക് വോയിസ് ഒക്കെ ഇപ്പം ഈവിൾ ഷ്രില്ലായി മാറാൻ തുടങ്ങി. സോ ദേ ബിഗാൻ അറ്റാക്കിംഗ് ലിസി, ദേ ബിഗാൻ പുള്ളിംഗ് ഔട്ട് ഹർ ഹെയർ ആൻഡ് ദേ ബിഗാൻ സ്റ്റാമ്പിംഗ് ഓൺ ഹർ ഫീറ്റ്. ദേ ജസ്റ്റ് റിപ്ഡ് ഹർ ഗൗൺ. ഫോഴ്സ് ചെയ്യാണ്, അതായത് ഫ്രൂട്ട് കഴിക്കുന്ന പറഞ്ഞ് ഫോഴ്സ് ചെയ്യാൻ തുടങ്ങി. സോ ഇതെല്ലാം ഒരു സെക്ഷൽ അസോൾട്ട് അല്ലെങ്കിൽ ഒരു അറ്റംപ്റ്റഡ് റേപ്പിന്റെ ഇമേജ് ക്രിസ്റ്റീന റോസിറ്റി കൊണ്ടുവരാൻ തുടങ്ങി. ലൈക്ക് ദാറ്റ് മീൻസ് ഷീ ഈസ് molested by the goblin men. Lizzie resisted their attack. She was like a beacon left alone. She was like a golden fire. അല്ലെങ്കിൽ ഒരു റോയൽ വിർജിൻ മേരിയുടെ ഇമേജ് ആർക്ക് വരാൻ തുടങ്ങി, ലിസിക്ക് വരാൻ തുടങ്ങി. ആൻഡ് ഷീ എന്ത് ചെയ്യാൻ തുടങ്ങി, റെസിസ്റ്റഡ് എവറിത്തിങ്, ഓൾ ദി റേപ്പ് അറ്റംപ്റ്റ്സ് ഫ്രം ദി ഗോബ്ലിൻ. എന്നിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, ഈ ഒരു ഫ്രൂട്ട് ജ്യൂസസ് കൊണ്ട് ഗോബ്ലിൻസ് എന്ത് ചെയ്യാൻ തുടങ്ങി, അവളുടെ ദേഹത്ത് മൊത്തവും കവർ ചെയ്യാൻ തുടങ്ങി, ഫേസ് ആൻഡ് നെക്കില്.
And finally, the goblins were tired and because of Lizzie's resistance, and they fling back her penny and kicked their fruit home and disappeared, leaving Lizzie victorious. അങ്ങനെ ലിസി എന്ത് ചെയ്തു? വിക്ടോറിയസ് ആയിട്ട് എമർജ് ചെയ്തു. ഓക്കെ, so with this aching body and Lizzie runs home. She is no longer afraid of the goblins, അല്ലേ? But she's എന്താണ്, and she just എന്താണ് ഇവളുടെ ലോറയുടെ അടുത്തോട്ട് പോയി. She cries out to Laura and she is just asking Laura, come and kiss me. Okay, hug me and kiss me and suck my juices. നമുക്ക് ആരോട് പറയുവാണ്? ലിസി ലോറയുടെ അടുത്ത് പറയുവാണ്. ആൻഡ് ഈ ഒരു എൻകൗണ്ടറിനെ കുറിച്ച് ലോറയുടെ അടുത്ത് പറയുന്നുണ്ട്. ഗോബ്ലിൻ മെൻ ഭയങ്കര ഡേഞ്ചറസ് ആണെന്ന് പറയുന്നുണ്ട്. ആൻഡ് നൗ ഷീ ഈസ് ആസ്കിങ് ഹർ സിസ്റ്റർ ടു ഈറ്റ് മീ, ഡ്രിങ്ക് മീ ആൻഡ് ലവ് മീ. ഈ ഒരു ഇമേജ്, ഈറ്റ് മീ, ഡ്രിങ്ക് മീ ആൻഡ് ലവ് മീ എന്നുള്ളൊരു ഫ്രേസ്, ഇറ്റ് ഹാസ് ബിബ്ലിക്കൽ റെഫറൻസസ് ഉണ്ട്. ലൈക്ക് ക്രൈസ്റ്റ് പിന്നെ ലാസ്റ്റ് സപ്പറിന് പറയുന്ന പോലെ, അദ്ദേഹത്തിന്റെ ഡിസൈപ്പിൾസിന്റെ അടുത്ത് പറഞ്ഞ പോലെ, ഈറ്റ് മീ, ഡ്രിങ്ക് മീ, ലവ് മീ. അപ്പം ഇത് ക്രൈസ്റ്റിന്റെ അതേ വേർഡ്സ് തന്നെ ലാസ്റ്റ് സപ്പറിൽ, അതായത് ടു ഈറ്റ് ഹിസ് ബോഡി ആൻഡ് ഡ്രിങ്ക് ഹിസ് ബ്ലഡ് എന്ന് ക്രൈസ്റ്റ് പറഞ്ഞ പോലെ ലിസ് ഈസ് ആസ്കിങ് ലോറ, ബിക്കോസ് എന്തുകൊണ്ടാണ്? ഷീ ഈസ് കവേർഡ് ഇൻ ഫ്രൂട്ട് ജ്യൂസ്. അതുകൊണ്ട് ലിസ് ഈസ് ആസ്കിങ് ലോറ ടു ഈറ്റ് ഹർ, ടു ഡ്രിങ്ക് ഹർ ആൻഡ് ടു ലവ് ഹർ, ബിക്കോസ് ഷീ ഹാസ് എമേഴ്സ്ഡ് വിക്ടോറിയസ് ആൻഡ് ഷീ ഹാസൻറ്റ്, എന്താ പറയാ, she was not at all seduced by this goblin man. Okay, so Laura leaps up from her chair and then she fearfully asks Lizzie if she has eaten the goblin fruits. അങ്ങനെ ചോദിക്കുവാണ്. Okay, she fears that Lizzie's life will also be ruined just like her life and it will be wasted like her own. പക്ഷെ ലിസി എന്താണ് എമർജസ് വിക്ടോറിയസ് ആയിട്ട് വന്നതാണെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല, ലോറയ്ക്ക് മനസ്സിലാവുന്നില്ല. സോ ഷി ബിഗാൻ ടു ഹഗ് ഹർ കിസ് her sister and then suddenly she got the എന്താ പറയാ, ഈ ഒരു ജ്യൂസിന്റെ ടേസ്റ്റ് ആർക്ക് കിട്ടി? ലിസിക്ക്, ലോറയ്ക്ക് കിട്ടി. സോ ഷീ began to suck the juice from her sister's face. And എന്താണ്, ലൈക്ക് പൊസസ്ഡ് ആയ പോലെ ലോറ എന്ത് ചെയ്യാൻ തുടങ്ങി? സക്ക് ചെയ്യാൻ തുടങ്ങി ഈ ഒരു ഫ്രൂട്ട് ജ്യൂസ് ഫ്രം ഹർ സിസ്റ്റേഴ്സ് ബോഡി അല്ലെങ്കിൽ ഫ്രം ഹർ സിസ്റ്റേഴ്സ് ഫേസ്. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യാൻ തുടങ്ങി? ഷീ ദെൻ ഫെൽ ഡൗൺ അൺകോൺഷ്യസ്. ഓക്കെ, ഒരു അൺകോൺഷ്യസ് ആയിട്ട് പിന്നെ എന്താണ്, ലോറ അവിടെ ബോധം കെട്ട് വീഴുകയാണ് ചെയ്യുന്നത്. ആൻഡ് ലോറ ഡെഡ് ആണോ എലൈവ് ആണോ എന്ന് ലിസി അങ്ങനെ വളരെയധികം പേടിച്ചിങ്ങനെ നിൽക്കുവാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ത്രൂ ഔട്ട് ദ നൈറ്റ് ലിസി കെപ്റ്റ് വാച്ച്, എന്താണ്, ലിസി took care of Laura and ഒരു നേഴ്സിന്റെ റോളൊക്കെ എടുത്ത് ലോറയുടെ പൾസ് ഒക്കെ ചെക്ക് ചെയ്ത് ബ്രീതിങ് ആണോ വാട്ടർ ഒക്കെ കൊടുത്തിട്ട് മോർണിംഗ് ആയപ്പോഴത്തേക്കും എന്താണ്, ലോറ awakened and it feels like she had എന്താ പറയാ gone back to her original state. ആ ഒരു ഒറിജിനൽ സ്റ്റേറ്റിലോട്ട് മാറി ലോറ. ഓക്കെ, ആ ഒരു ഇന്നസെന്റ് വേ ഒക്കെ തിരിച്ചു കിട്ടി. ആൻഡ് ഷി ബിഗാൻ എംബ്രേസിംഗ് ലിസി. ഹർ ഹെയർ റിട്ടേൺസ് ടു ഇറ്റ്സ് ഗോൾഡൻ കളർ ആൻഡ് ഒരു ത്രെഡ് ഓഫ് ഗ്രേയും ഫൈൻഡ് ചെയ്തില്ല. ആൻഡ് ഹർ യൂത്ത്ഫുൾനെസ് ഇസ് റിസ്റ്റോർഡ്. ഓക്കെ, ആ ഒരു ഫ്രൂട്ട് ജ്യൂസ് പിന്നെയും കിട്ടിയപ്പോൾ എന്ത് പറ്റി? അവള് പഴയ സ്റ്റേറ്റിലോട്ട് മാറി, ആ ഒരു യൂത്ത്ഫുൾ ഫിഗറിലോട്ട് മാറി. ആൻഡ് ഇയേഴ്സ് പാസ്റ്റ് ഡ്യൂറിംഗ് വിച്ച് ലോറ ആൻഡ് ലിസി അവര് മാരേജ് ഷൂട്ടിലോട്ട് പോയി. ദേ ബിക്കം വൈഫ്സ്, ദേ ബിക്കം മദേഴ്സ് and now they worry about the safety of their children. So Laura calls her children to her and tells them these pleasant stories of her childhood, and she also warns them not to have not to have this encounter with the wicked fruit merchant men. These fruits were like honey to the throat, പക്ഷെ poisonous ആയിരുന്നു. അതുകൊണ്ട് warn ചെയ്യുവാണ്. എന്താണ്, Lizzie saved her life by risking her life and braving an attack from the goblin men. So then എന്താണ് പറയുന്നത്? There is no friend like a sister എന്ന് ലോറയുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. There is no friend like a sister. So even in a calm or stormy weather, ഈ എന്താണ് സിസ്റ്റർ എന്ന് പറയുന്നത് എന്താണ്, എപ്പോഴും നമ്മുടെ ഫ്രണ്ട് ആയിരിക്കണം. ആൻഡ് ഒരു ബോൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫീമെയിൽ സിസ്റ്റർഹുഡ് നമ്മൾ എപ്പോഴും പ്രൊമോട്ട് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഈ ഒരു പോം ക്രിസ്റ്റീന റോസറ്റി എൻഡ് ചെയ്യുന്നത്. ഒരു ഫീമെയിൽ സോളിഡാരിറ്റി ആണ് ഡിക്ലെയർ ചെയ്യുന്നത് ത്രൂ ദിസ് പോം. ഓക്കെ, സോ ലോറയുടെ ഇൻസ്ട്രക്ഷൻ എന്താണ്? ടു ഹെർ ഓൺ ഡോട്ടേഴ്സ് ആൻഡ് ടു ഡിസീസ് ഡോട്ടർ എന്താണ്? ടു സപ്പോർട്ട് വൺ അനദർ ആൻഡ് ക്ലിങ് ടുഗെദർ ഫോർ ദർ ഇസ് നോ ഫ്രണ്ട് ലൈക്ക് എ സിസ്റ്റർ. അങ്ങനെ ഒരു ലൈൻ കോട്ട് ചെയ്തിട്ടാണ് ഇതൊരു എൻഡ് ചെയ്ത് പോകുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് തീംസ് ആണ്. സോ തീംസ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗോബ്ലിൻ മാർക്കറ്റ് തീംസ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടെംപ്ടേഷൻ ആൻഡ് ഫാളൻ വിമൻ. ടെംപ്ടേഷൻ ആൻഡ് ഫാളൻ വിമൻ ആണ് ഫസ്റ്റ് തീം എന്ന് പറയുന്നത്. സെക്ഷുവൽ ടെംപ്ടേഷൻ ആണ് വൺ ഓഫ് ദ തീംസ് ഇൻ ദ പോം. സോ ഇവിടെ ആരാണ് പിന്നെ ടെംപ്റ്റഡ് ആയി പോകുന്നത്? ലോറയാണ് ടെംപ്റ്റഡ് ആയി പോകുന്നത്. ലിസി എന്ത് ചെയ്യുന്നുണ്ട്? ലോറ അതുകൊണ്ട് തന്നെ
ഫേറ്റൽ കോൺസിക്വൻസസ് ആണ് ലോറയ്ക്ക് കിട്ടുന്നത്. പക്ഷെ ലാസ്റ്റ് ഷീ ഈസ് ബീൻ സേവ്ഡ് ബൈ ഹർ സിസ്റ്റർ. സിസ്റ്റർ സാക്രിഫൈസ് ചെയ്തിട്ട് സേവ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, സെക്ഷൽ ടെംപ്ടേഷൻ അവോയ്ഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ക്രിസ്റ്റ്യൻ റോസറ്റി ഈ ഒരു ഇമേജ് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഇസ് സംവാട്ട് ലൈക്ക് എ വാർണിംഗ് ഫോർ ദി വുമൺ ടു അവോയ്ഡ് സെക്ഷൽ ടെംപ്ടേഷൻ. അതാണ് ഇവിടെ കാണിക്കുന്നത്. ആൻഡ് ഗോബ്ലിൻ മെൻ എന്ന് പറയുന്നത് എന്താണ്? അവര് ഭയങ്കര സെഡക്റ്റീവ് ആയിട്ടുള്ളതാണ്. ആൻഡ് അവരെന്തിനു വേണ്ടിയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? ദേ ആർ ട്രൈയിങ് ടു ദർ ഓൺലി എയിം എന്ന് പറയുന്നത് ടു ടെംപ്റ്റ് യങ് വുമൺ ടു പർച്ചേസ് ദെയർ പോയിസണസ് ഫ്രൂട്ട്സ്. ഓക്കെ, അത് ഒരു കൈൻഡ് ഓഫ് ഇറോട്ടിക് ഇമേജ് ആണ് കൊണ്ടുവരുന്നത്. പിന്നെ ആ ഫ്രൂട്ട്സിന്റെ സെൻഷ്യൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനും എന്ന് പറയുന്നത് ഇറോട്ടിക് ഇമേജറി ആണ്, അതായത് ഒരു സെക്ഷൽ ഇമേജറി ആണ് കൊണ്ടുവരുന്നത്. ആൻഡ് ദേ ആർ ബീങ് കമ്പയർഡ് ടു ആനിമൽസിനെ പോലെയാണ് കമ്പയർ ചെയ്യുന്നത്. സെക്ഷൽ വയലൻസ് ലാസ്റ്റ് ലിസി അവര് വയലേറ്റ് ചെയ്യുന്നുണ്ട്, മൊളസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും ലിസി എന്ത് ചെയ്യുന്നുണ്ട്? ആ ഫ്രൂട്ട് കഴിക്കാതെ ആരെയാണ് ലോറയെ പ്രൊട്ടക്ട് ചെയ്യാനാണ് നോക്കിയത്. ഓക്കെ, സോ അത് വൺ തിങ് ആണ്. ദെൻ ഈവിന്റെ ആ ഒരു ഇമേജ് കൊണ്ടുവരാം, അതായത് ഈവ് ലൂസസ് ഹർ ഇന്നസെൻസ് ആഫ്റ്റർ ഈറ്റിംഗ് ദ ഫോർബിഡൻ ഫ്രൂട്ട്. അതുപോലെ തന്നെയാണ് ലോറയ്ക്കും. ഓക്കെ, ലോറ ലൂസ് ഹർ ഇന്നസെൻസ് ആൻഡ് ഷീ ഈസ് ബീങ് സെഡ്യൂസ്ഡ് ബൈ ദി ഗോബ്ലിൻ മെൻ. അത് കൊണ്ടുവരുന്നുണ്ട്. ദെൻ പിന്നീട് ക്രിസ്റ്റ്യൻ റോസറ്റി പറയുന്നതെന്ന് വെച്ചാൽ ദിസ് കൈൻഡ് ഓഫ് ഫോൾനെസ്, അല്ലെങ്കിൽ ഈ ഒരു കൈൻഡ് ഓഫ് സെക്ഷൽ ഫോൾനെസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ സെക്ഷലി ഫോളൻ വിമൻ എന്ന് പറയുന്നത്, ഇറ്റ് ഇസ് റാദർ എ ടെമ്പററി സ്റ്റേറ്റ് ആണ്. ഇറ്റ് ഇസ് അതൊരു ടെമ്പററി സ്റ്റെയിൻ ആണ്. ആൻഡ് ക്രിസ്റ്റ്യൻ റോസറ്റി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഇസ് എ ചാൻസ് ഫോർ സച്ച് വുമൺ, അതായത് കംപ്ലീറ്റ് റീഹാബിലിറ്റേഷനും ദേ ക്യാൻ ബി റീഇന്റഗ്രേറ്റഡ് ഇൻ ടു ദി കമ്മ്യൂണിറ്റി ഇഫ് ദേ ആർ പ്രൊവൈഡഡ് വിത്ത് ദി സെക്കൻഡ് ചാൻസ്. അതുകൊണ്ട് അതേ തീം തന്നെയാണ് ഇവിടെ ലിസി ലോറയ്ക്ക് കൊടുക്കുന്നത്. ഓക്കെ, സോ അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ അവർക്കും ചാൻസ് കൊടുക്കണം എന്ന് പറയുവാണ്. ദേ ആർ നോട്ട് ടു ബി ലൈക്ക് ടെമ്പററി ആയിട്ടുള്ള ഒരു സ്റ്റെയിൻ ആണ്. ആൻഡ് ഫോർ ദാറ്റ് ദേ കുഡിൻ ബി ജസ്റ്റ് ഷട്ട് ബൈ ദി സൊസൈറ്റി, അല്ലെങ്കിൽ ഷണ്ട് ബൈ ദി സൊസൈറ്റി. ഓക്കെ, അതാണ് ഇവിടെ ക്രൈസ്റ്റ് ലൈക്ക് ഫിഗർ ആണ് ഇവിടെ ലിസിക്ക് കിട്ടുന്നത്. സോ ഫോർ ദർ ഇസ് നോ ഫ്രണ്ട് ലൈക്ക് എ സിസ്റ്റർ, സിസ്റ്റർഹുഡിനെയാണ് ഇവിടെ ലാസ്റ്റ് കാണിക്കുന്നത് നമ്മുടെ പോയിന്റ്. ദെൻ അനദർ തീം എന്ന് പറയുന്നത് വിമൻസ് റോൾ ഇൻ സൊസൈറ്റി ആണ്. അനദർ തീം ലൈക്ക് റോൾ ഓഫ് വിമൻ ഇൻ വിക്ടോറിയൻ സൊസൈറ്റി. വിക്ടോറിയൻ മെന്നിന് എന്താണ്? ഒരുപാട് ഫ്രീഡം. ദേ ഗോട്ട് മോർ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റി. ദേ കുഡ് ആക്ച്വലി എക്സ്പ്രസ് ദംസെൽസ് സെക്ഷലി. പക്ഷെ വിമൻ എന്ന് പറയുന്നത് എന്താണ്? ദേ വർ എക്സ്പെക്ടഡ് ടു റിമൈൻ സെക്ഷലി ഇന്നസെന്റ്. ഓക്കെ, ദേ വർ നോട്ട് അലൌഡ് ടു ഫേസ് സീരിയസ് കോൺസിക്വൻസസ്. അതിന്റെ ആ ഒരു കോൺസിക്വൻസസ് ഒന്നും അങ്ങനെ കോൺസിക്വൻസ് ഫേസ് ചെയ്താലും അവരെ ഒരു സെക്ഷലി ഫോളൻ വിമൺ ആയിട്ട് കൺസിഡർ ചെയ്യും. പക്ഷെ മെന്നിന്റെ ആ ഒരു അൺഫെയർനെസ് അല്ലെങ്കിൽ സൊസൈറ്റീസ് ഡബിൾ സ്റ്റാൻഡേർഡ്സ് ആണ് ഈ ഒരു പോയത്തിലൂടെ ക്രിസ്റ്റ്യൻ റോസറ്റി പോർട്രേ ചെയ്യുന്നത്. ഓക്കെ, മെൻ ക്യാൻ ഹാവ് ദെയർ ഓൺ ദെയർ ഓൺ അഡ്വഞ്ചേഴ്സ്. പക്ഷെ വിമൻ എന്ന് പറയുന്നത് എന്താണ്? ദേ ആർ നോട്ട് അറ്റ് ഓൾ അലൗഡ് ടു ഡു സോ. They have to remain they have to keep a domestic woman image. Okay, their role is only to fulfill the domestic duties. അതാണ് പറയുന്നത്. ആ ഒരു സൊസൈറ്റിയുടെ ഡബിൾ സ്റ്റാൻഡേർഡിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഗോബ്ലിൻ മെൻ എന്ന് പറയുന്നത് എന്താണ്? പിന്നെ ആ ഒരു സെഡ്യൂസ് ചെയ്ത് നടക്കുന്ന ഒരു വില്ലൈനസ് ഒരു മെന്നിന്റെ ഒരു ഇമേജ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ജീനി എന്ന് പറയുന്ന ഒരു വിമന്റെ ഇമേജ് കൊടുത്തിട്ടുണ്ട്. അതെന്ന് പറയുന്നത് എന്താണ്? ഒരു she is being tempted by the goblin men, and at last she is withered and died. Okay, she is dead. അപ്പൊ അത് ഒരു കാണിക്കുന്നുണ്ട്, ആ ഒരു ഇമേജ് കൊണ്ടുവരുന്നുണ്ട്. എന്ന് വെച്ചാൽ പ്രോസ്റ്റിറ്റ്യൂട്ട് ആയി മാറരുത് എന്ന് പറയുവാണ് ഇതിനകത്ത്. സെക്ഷലി പ്രിഡേറ്ററി മെൻ വിൽ ഓൾവേസ് ബി ഫോളോയിങ്, അല്ലെങ്കിൽ ദേ വിൽ ഓൾവേസ് മേക്ക് വിമൻ വൾണറബിൾ. പക്ഷെ നമ്മൾ അതിനൊന്നും അക്കസ്റ്റംഡ് ആയിട്ട് പോകരുത്, അതിലൊന്നും നമ്മൾ വീഴരുത് എന്നാണ് ക്രിസ്റ്റ്യൻ റോസറ്റി പറയുന്നത്. ഓക്കെ, so she is also criticizing the unfairness of society's double standards which punished women and not men. Okay, then another thing എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ എന്താണ്? സെക്ഷലി ഫോളൻ വിമന് ഒരു ചാൻസും കൂടി കൊടുക്കുക എന്നുള്ളൊരു മീനിങ് പറയുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ സാൽവേഷൻ ആൻഡ് സാക്രിഫൈസ്. അങ്ങനെ ഒരു തീമും കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. സാൽവേഷൻ ആൻഡ് സാക്രിഫൈസ് ആരാണ്? സാൽവേഷനും സാക്രിഫൈസും ചെയ്തത് ആരാണ്? ലിസിയാണ് സേവ് ചെയ്യുന്നത് സിസ്റ്ററിനെ ത്രൂ ഹർ ആക്ട് ഓഫ് സെൽഫ് സാക്രിഫൈസ്. ഓക്കെ, അത് പോയതിന്റെ ക്ലൈമാക്സിലാണ് വരുന്നത്. ആൻഡ് ലോറ, ബിക്കോസ് ലോറ വാസ് ഇൻ ദി ബ്രിങ്ക് ഓഫ് ഡെത്ത്, ആൻഡ് ലിസി seeks out this dangerous goblin man, and she placed herself in extreme danger, and she risked being tempted, and finally she emerged victorious. Okay, sexually assault ചെയ്തിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? ലിസി ലോറയെ സേവ് ചെയ്യുന്നുണ്ട്.
അപ്പൊ അതാണ് അനദർ തിങ്. സാൽവേഷൻ ആൻഡ് സാക്രിഫൈസ് ആണ് ഇവിടെ പറയുന്നത്. സോ ഒരു ക്രൈസ്റ്റ് ലൈക്ക് ഫിഗർ അല്ലെങ്കിൽ വിർജിൻ മേരി ഫിഗർ ഒക്കെ നമുക്ക് ലിസിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ദെൻ സോ ദീസ് ആർ ദി തീംസ് ഇൻ ദിസ് പോവം. പിന്നീട് എന്താണ്, ഓക്കെ, സോ ദീസ് ആർ ദ തീംസ്. പിന്നെ നിങ്ങൾക്ക് ഒരു ഫെയറി ടൈൽ ലൈക്ക് വേൾഡിലാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. ടെംപ്ടേഷൻ, സാക്രിഫൈസ് ആൻഡ് സാൽവേഷനെ കുറിച്ചാണ് പറയുന്നത്. ഈ ഒരു തീംസ്, 3 തീംസിന്റെ കാര്യം നിങ്ങൾ എടുത്തെഴുതുക. ഇതിന്റെ ഫോം ആൻഡ് ജോണർ എന്ന് പറയുന്നത് ഇറഗുലർ മെഷേഴ്സിലാണ് എഴുതിയേക്കുന്നത്. ഓക്കെ, ആൻഡ് ജോൺ റസ്കിൻ ഹാസ് ഡിക്ലെയർഡ് ദാറ്റ് ക്രിസ്റ്റീന റോസറ്റീസ് irregular measure, അതായത് after reading Goblin Market, eminent Victorian critic John Ruskin declared that this poem of Rossetti is like a calamity of modern poetry. Okay, ഒരു കോമൺ എന്താണ് പറയുന്നത്, പബ്ലിക്കിന് വായിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഇറഗുലർ വേർഡ്സിലാണ് ആരെഴുതിയേക്കുന്നതെന്നാണ് ജോൺ റസ്കിൻ പറഞ്ഞേക്കുന്നത്. ഒരു കലാമിറ്റി ഓഫ് മോഡേൺ പോയട്രി എന്നാണ് റോസറ്റിയുടെ ഇറഗുലർ പോയട്രിയെ ജോൺ റസ്കിൻ ഡിക്ലെയർ ചെയ്തത്. ഓക്കെ, അതൊരു ഇതാണ്. പിന്നെ പക്ഷേ വി ക്യാൻ ഓൾസോ സേ ദാറ്റ് ദിസ് ഇറഗുലർ മീറ്റർ എന്ന് പറയുന്നത് ഇസ് വൺ ഓഫ് ഗോബ്ലിൻ മാർക്കറ്റിന്റെ പോയത്തിന്റെ ഗ്രേറ്റസ്റ്റ് സ്ട്രെങ്ത് ആണ്, അങ്ങനെ നമുക്ക് പറയാം. ബിക്കോസ് ഒരു എന്താ പറയാ, ഒരു ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഇറഗുലർ ആയിട്ടുള്ള ഒരു മീറ്റർ ഇറ്റ് ഇസ് ഓക്കെ ഫോർ ദിസ് പോവം എന്നാണ് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, പിന്നെ ഫാന്റസി, ഗോതിക്, ബിബ്ലിക്കൽ റെഫറൻസസ് ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഇറ്റ് ഇസ് ഒരു എന്താ പറയാ, ഒരു ഫെയറി ടെയിൽ അറ്റ്മോസ്ഫിയറിലാണ് ഇത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ആൻഡ് ഐ ഹാവ് ടോൾഡ് യു ഏർലിയർ അബൌട്ട് ദി കോണ്ടെക്സ്റ്റ്, അല്ലെങ്കിൽ എന്താണ് ഇതിന് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഇൻസ്പിറേഷൻ ബിഹൈൻഡ് ദ പോം ഞാൻ പറഞ്ഞിട്ടുണ്ട്. Because this Christina Rossetti was dedicated to reform and rehabilitate prostitutes, and she was working for this Anglo-Catholic institution, and she was also known as the Sister Christina എന്നാണ് അറിയപ്പെട്ടിരുന്നത്. സോ റിഡംഷൻ ഇസ് പോസിബിൾ ഫോർ ദിസ് വിമൻ എന്നാണ് ക്രിസ്റ്റീന റോസറ്റി ഇതിലൂടെ കാണിക്കുന്നത്. ഓക്കെ, സോ ദെൻ അനദർ തിങ് ഇസ് ലൈക്ക് എന്താണ്, പിന്നെ ക്രിസ്റ്റീന റോസറ്റി ഇത് കുട്ടികൾക്ക് വേണ്ടി എഴുതിയതല്ല, പക്ഷെ ആദ്യം പറഞ്ഞ കുട്ടികൾക്ക് വേണ്ടിയുള്ള പോമാണെന്ന്. കാരണം ഒരു സിസ്റ്റർഹുഡിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഇതിനകത്ത് സെക്ഷൽ അണ്ടർടോൺസ് ഒക്കെ വരുന്നത് കൊണ്ട് ലേറ്റർ ഷീ ഡിക്ലെയർഡ് ഇറ്റ് ഇസ് എ പോം ഫോർ അഡൾട്ട്സ്. ഓക്കെ, പിന്നീട് ഈ ഒരു പോയത്തിൽ നിന്നുള്ള എന്താണ് ഇൻസ്പിറേഷൻ കൊണ്ട് നമ്മുടെ ആൽഫ്രഡ് ലോർഡ് ടെന്നിസനും അതുപോലെ തന്നെ ലൂയിസ് കരോൾ ഇൻ ഹിസ് ആലിസസ് അഡ്വെഞ്ചേഴ്സ് ഇൻ വണ്ടർലാൻഡിലും ഒക്കെ ഈ ഒരു പോയത്തിൽ നിന്ന് ഇൻസ്പയർ ആയി എഴുതിയതാണ് കേട്ടോ ലൂയിസ് കരോള്. പിന്നെ ആൽഫ്രഡ് ലോർഡ് ടെന്നിസനൊക്കെ ഈ ഒരു ഇമേജ് അല്ലെങ്കിൽ ഈ ഒരു ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ട് എഴുതിയിട്ടുണ്ട് പോംസ് ഒക്കെ. ഓക്കെ, സോ ദിസ് ഇസ് ദി ദെൻ അനദർ തിങ് ഇസ് ലൈക്ക് ദി ഇല്ലസ്ട്രേഷൻസ് ആൻഡ് ഡിസൈൻസ് എന്ന് പറയുന്നത് ഇൻ ദിസ് പോം ഇറ്റ് വാസ് ഡ്രോൺ ബൈ DG റോസറ്റി. ആ പ്രീ റാഫലൽ ബ്രദർഹുഡിന്റെ ആ ഒരു ഗ്രൂപ്പിലുള്ളത് കൊണ്ട് ഇല്ലസ്ട്രേഷൻസ് എല്ലാം നടത്തിയത് ആരായിരുന്നു? DG റോസറ്റി, ഹർ ബ്രദർ ആയിരുന്നു. ആൻഡ് ഓക്കെ, so and if you want to know more about this poem, you can search on the internet, like the manuscript of the song is available, and the inspiration on the illustrations behind this poem is also available. The portrait or the illustrations drawn by DG Rossetti is also available on net. Okay, ഈ ഒരു പോയത്തിന് പറ്റിയ ഇല്ലസ്ട്രേഷൻസ് ഒക്കെ DG റോസറ്റി വരച്ചതെല്ലാം അവൈലബിൾ ആയിട്ട് നമ്മുടെ നെറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ആൻഡ് ഓൾസോ യു ക്യാൻ ഫൈൻഡ് ദി അഡ്വർടൈസ്മെന്റ് ഫോർ ഹൗസ് ഫോർ ഫോളൻ വുമൺ ഫ്രം ദി മോർണിംഗ് പോസ്റ്റ് ന്യൂസ് പേപ്പറിൽ നിന്ന് നമുക്ക് കാണാം. അതായത് അഡ്വർടൈസ്മെന്റ് കൊടുത്തേക്കുവാണ്, ഈ ഫോളൻ വുമൺ ഉണ്ടെങ്കിൽ അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ ഒരു സെപ്പറേറ്റ് ഹൗസ് അല്ലെങ്കിൽ സെപ്പറേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇസ് ദയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഡ്വർടൈസ്മെന്റ് മോർണിംഗ് പോസ്റ്റ് എന്നുള്ള ന്യൂസ് പേപ്പർ 1860 ന്യൂസ് പേപ്പറിന്റെ ഇമേജ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ നിങ്ങൾ നെറ്റിനകത്ത് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ ദിസ് ഇസ് എ പോം. ഇറ്റ് ഇസ് എ വെരി എന്താ പറയുക, ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു പോമാണ് വിത്ത് എ മോറൽ ലെസൺ എന്ന് നമുക്ക് പറയാം. ആൻഡ് ഓൾസോ ഫെമിനിസ്റ്റിക് തീംസ് ഇതിനകത്ത് വരുന്നുണ്ട്, ക്യൂർ തീംസ് വരുന്നുണ്ട് ഇതിനകത്ത്. നിങ്ങൾക്ക് മോഡേൺ റീഡിംഗിൽ വരുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഫെമിനിസ്റ്റിക് തീംസ് വരുന്നുണ്ട്. ക്യൂർ റീഡിങ്ങിനകത്ത് നമുക്ക് ഇത് വെച്ച് വായിക്കാം, ഫെമിനിസ്റ്റിക് തീംസ് ഉണ്ട് ഇതിനകത്ത്. അതുപോലെ തന്നെ എന്താണ്, ഇതൊരുപാട് പ്ലേസിൽ ഇത് ഒരുപാട് ഡ്രാമാസ് ഒക്കെ ഇതിനകത്ത് സ്റ്റേജ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഒരുപാട് ഫെമിനിസ്റ്റുകൾ ഇതിനെ ഒരുപാട് ഇന്റർപ്രറ്റും ചെയ്തിട്ടുണ്ട്. സോ ഇഫ് യു വോണ്ട് ടു നോ അബൌട്ട് എന്താണ് സച്ച് തിങ്സ്, യു ക്യാൻ ജസ്റ്റ് ഈസിലി ഗൂഗിൾ ഇറ്റ് ഓൺ വിക്കിപീഡിയ. ഓക്കെ, വിക്കിപീഡിയക്കകത്ത് പറയുന്നുണ്ട് ഇതിനകത്ത്. പോപ്പുലർ കൾച്ചറൽ റെഫറൻസസ് ഒക്കെ വിക്കിപീഡിയക്കകത്ത് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് നോവൽസ് ഒക്കെ ഇതിനെ ബേസ് ചെയ്ത് ഒരുപാട് ക്യാരക്ടേഴ്സ് ഒക്കെ, നോവൽസിലെ ക്യാരക്ടേഴ്സ് ഒക്കെ ഈ ഒരു പോം വായിച്ചിരിക്കുന്നു. ലെസ്ബിയനിസം ഒക്കെ കാണിക്കാൻ വേണ്ടി, ലെസ്ബിയൻ തീംസ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി, ലെസ്ബിയൻ ഹിൻസ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് നോവൽസിൽ
എന്താണ് ഗോബ്ലിൻ മാർക്കറ്റ് അവരുടെ ക്യാരക്ടേഴ്സ് വായിക്കുന്നതായിട്ടൊക്കെയുള്ള ഒരു ഇമേജ് നോവൽസിനകത്തും കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, സോ യു ക്യാൻ ചെക്ക് ഇറ്റ് ഓൺ വിക്കിപീഡിയ പേജ്. ദർ ഇസ് എ സെക്ഷൻ നോൺ എസ് പോപ്പുലർ കൾച്ചർ റെഫറൻസസ്. അതിനകത്ത് പറയുന്നുണ്ട് ഏതൊക്കെ നോവൽസിനകത്ത് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ ഫിലിംസിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ടെന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഡ്രാമാസ് ഒക്കെ ഒരുപാട് ഇതിനെ ബേസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. സോ യു ക്യാൻ ഹാവ് എ ക്യൂർ റീഡിംഗ്, യു ക്യാൻ ഹാവ് ഫെമിനിസ്റ്റിക് റീഡിംഗ് ബേസ്ഡ് ഓൺ ദിസ് പോം. പിന്നെന്താണ്, അങ്ങനെ കുറെ റീഡിങ്സ്, കുറെ ടോൺസ് ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, ഈവൻ സാൻഡ്ര ഗിൽബർട്ട് ഒക്കെ, നമ്മുടെ മാഡ് വുമൺ ഇൻ ദ ആറ്റിക് ആ റൈറ്റർ സാൻഡ്ര ഗിൽബർട്ട് ഒക്കെ ഈ ഒരു പിന്നെ ഫോർബിഡൻ ഫ്രൂട്ട് ആ ഒരു ഇമേജ് ഒക്കെ ഇതിനകത്ത് കൊണ്ടുവരുന്നുണ്ട്. ദ ഫ്രൂട്ട്സ് സോൾഡ് ബൈ ദി ഗോബ്ലിൻ മെൻ, അതൊക്കെ എന്ന് പറയുന്നത് വിക്ടോറിയൻ വിമന്റെ എക്സ്ക്ലൂഷൻ ഫ്രം ദി വേൾഡ് ഓഫ് ആർട്ട് ആണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഓക്കെ, ആ ഒരു കോട്ടൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് താങ്ക് യു.